ഇന്നേക്ക് ഏറെക്കുറെ 2560 വർഷങ്ങൾക്ക് പുറകിൽ എസെക്കിയേൽ എന്ന പ്രവാചകനിലൂടെ സ്വർഗത്തിലെ ദൈവം കുറിച്ചു വെച്ചു, ഒരു ഗോഗ് മാഗോഗ് യുദ്ധം ഉണ്ടാകണം. അതിനകത്ത് ഇന്ന കാര്യങ്ങൾ സംഭവിക്കണം. എസെക്കിയേൽ 38:1 മനുഷ്യപുത്ര, നീ ഗോഗ് ദേശത്തിൻ്റെ മാഗോഗ് ദേശത്തിൻ്റെ പ്രഭുവായ ഗോഗിൻ്റെ നേരെ മുഖം തിരിച്ച് അവനോട് പറയുക, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അത് റഷ്യയെ കുറിക്കുന്ന പദപ്രയോഗമാണ് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ സമ്മറിക്ക് മാത്രം തൊട്ടുപോകേ വിശദീകരിക്കത്തില്ല. എനിക്ക് പുതിയ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാനുണ്ട്. ഈ മൂന്നാമത്തെ ലോകമഹായുദ്ധത്തിൽ ആറ്റം ബോംബുകൾ ഉപയോഗിച്ചിരിക്കും. പുട്ടിനെ അങ്ങ് പുറകോട്ട് മാറാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല, ഇട്ടേ പറ്റൂ. കാര്യം ദൈവത്തിൻ്റെ വചനം അത് നേരത്തെ പറഞ്ഞതാണ്, നടക്കാതെ പോകാൻ ഒക്കത്തില്ല. 10,000 ദൈവമക്കളുടെ പ്രാർത്ഥന നിമിത്തം ഒരു പക്ഷേ അവിടെയും ഇവിടെയും കാഠിന്യം കുറഞ്ഞെന്ന് വരാം. പക്ഷെ ദൈവം വിധിച്ചത് നടന്നേ മതിയാകെ ഉള്ളൂ. മാത്രവുമല്ല, കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കും. സഖരിയ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ അവരുടെ വായിൽ നാവ് അളിഞ്ഞു പോകത്തക്കവണ്ണം, അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ അവരുടെ കണ്ണ് തടത്തിൽ തന്നെ അളിഞ്ഞു പോകത്തക്കവണ്ണം, ശരീരത്തൊക്കെയും പുണ്ണുണ്ടാകത്തക്കവണ്ണം പലതും നടക്കുമെന്ന് പറഞ്ഞു. അത് നടക്കണമെന്നുണ്ടെങ്കിൽ, എസെക്കിയേലിൽ പറയുന്ന കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ, ഒന്ന് കെമിക്കൽ യുദ്ധം ഉണ്ടാകണം, ഒന്ന് ആറ്റം ബോംബ് ഉപയോഗിച്ചിരിക്കണം, 2 കെമിക്കൽ യുദ്ധങ്ങൾ ഉപയോഗിച്ചിരിക്കണം. കെമിക്കൽ യുദ്ധങ്ങളെക്കുറിച്ച് ഒത്തിരി കൂടുതൽ ഇപ്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യർ തീ കത്തിക്കത്തക്കവണ്ണം വിറകിന് പകരം ഉപയോഗിക്കാവുന്ന ആയുധങ്ങളുടെ കവറുകൾ ഉണ്ടായിരിക്കണം. കെമിക്കൽ യുദ്ധത്തിന് ഉപയോഗിക്കുവാൻ പോകുന്ന ബുള്ളറ്റുകളാണിത്. ഇതിനകത്തൊക്കെ ഈ നിറച്ചിരിക്കുന്നത് കെമിക്കൽസാണ്. ആ കെമിക്കൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഞാൻ അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോയിക്കോളാം. കാര്യങ്ങൾ തുറന്നു പറയുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ആകെ അന്ന് പട്ടാളക്കാർ ധരിക്കുന്ന വേഷം ഏറെക്കുറെ ഇതായിരിക്കും. ഇതിനടുത്തതും കാണും, പലതിലേക്കും പോകുന്നുണ്ടാവും. അന്ന് മനുഷ്യൻ പുണ്ണ് ഉള്ളവനായി മാറും. ശരീരത്ത് നാവ് തടത്തിൽ തന്നെ അളിഞ്ഞു പോകും, കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞു പോകും. ഇതുപോലുള്ള പല കാര്യങ്ങൾ ഉണ്ടാകും. ബയോളജിക്കൽ വെപ്പൺസിനെ കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ തപ്പുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ദോഷം ചെയ്യുന്നതായിരിക്കും. ബയോളജിക്കൽ വെപ്പൺസും ഉപയോഗിക്കും. കെമിക്കൽ വെപ്പൺസ് കൊണ്ട് മാത്രം തീരത്തില്ല കാര്യം. എസെക്കിയേൽ പറയുന്ന കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ബയോളജിക്കൽ വെപ്പൺസ് ഉപയോഗിച്ചേ മതിയാകൂ. ബയോളജിക്കൽ വെപ്പൺസ് ഉപയോഗിക്കുന്ന പട്ടാളക്കാരൻ്റെ, ഇതെല്ലാം ലൈനിൽ പോണേ, ഈ ഉപയോഗിക്കുന്ന പട്ടാളക്കാരൻ്റെ വേഷവിധാനങ്ങൾ വ്യത്യസ്തമായിരിക്കും. ബയോളജിക്കൽ വെപ്പൺസ് പലപ്പോഴും നമ്മൾ സാധാരണ കാണുന്ന ബുള്ളറ്റ് രൂപത്തിൽ മാത്രമാകണമെന്നില്ല. തണ്ട വലത്തുവശത്ത് കാണുന്ന ഫിഗറിനകത്ത് അതിൻ്റെ ബോട്ടിൽസ് തുറന്ന് വിടുന്നതായി കാണാം. അവിടെയും ഇവിടെയുമൊക്കെ പല കാര്യങ്ങൾ നടക്കും. ഒളിച്ചു വെച്ച പലതും കാണും. പണ്ട് കുഴി ബോംബുകൾ വെച്ച് ടാങ്കുകൾ അതിൻ്റെ മുകളിലൂടെ കയറുമ്പോൾ അത് പൊട്ടി ടാങ്കുകൾ തെറിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ, നാളെ ഒരിക്കൽ നടന്നു പോകുന്നവൻ്റെ കാലു തൊട്ടാലും പൊട്ടുന്ന കൊച്ചു കുപ്പികൾക്കകത്ത് പലതും കൊണ്ടുവെക്കും. കെമിക്കൽ വെപ്പൺസ്, ബയോളജിക്കൽ വെപ്പൺസ് ഉപയോഗിക്കും. ഇതെല്ലാം കൂടെ കൂട്ടി മനുഷ്യന് കൊടുത്തിരിക്കുന്ന 6000 വർഷത്തിനകം തീർന്നിരിക്കണം. അതിൻ്റെ സമീപനങ്ങളിലേക്ക് നമ്മൾ വന്നു. US പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനും മറ്റും 3-ാം ലോക ഭരണത്തെ നന്നായി ബാധിക്കുമെന്നും അന്തിമ ഗവൺമെൻറ്റിനെ ബാധിക്കുമെന്നും നമ്മൾ പറഞ്ഞിരുന്നു. ആ ഭരണങ്ങളൊക്കെ വന്നു. ഏറ്റവും ബുദ്ധിമാനെന്ന് ലോകം വിധിച്ച ഒരു മനുഷ്യനെ അദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് എടുത്തതോടെ അതിൻ്റെ കാര്യങ്ങൾ ഒരുപാടായി. ദേ ആർ ഫ്രൂട്ട്ഫുൾ നൗ. ഒലിവ് ഇന്ന് കായ്ച്ചു തുടങ്ങി, മുന്തിരി കായ്ച്ചു തുടങ്ങി, അത്തി കായ്ച്ചു തുടങ്ങി. ഈ 3 വൃക്ഷങ്ങളോട് ഇസ്രയേലിനെ ഉപമിച്ചു. ആ കാര്യങ്ങളൊക്കെ ഒത്തു. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനെന്ന് ഇന്ന് പൊതുവെ അറിയപ്പെടുന്ന, ബുദ്ധി അതിനേക്കാൾ കൂടുതലുള്ളവരൊരു പക്ഷേ കണ്ടേക്കാം, പ്രകടിപ്പിക്കുവാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. അതിനാവശ്യമുള്ള ടെക്നോളജി, അതിനാവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട്, അതിനാവശ്യമുള്ള സകലതും ഉണ്ടാക്കിയ ഈ എലോൺ മസ്ക്, അദ്ദേഹം യഹൂദനല്ല, യഹൂദനോട് ബന്ധപ്പെട്ട ആളുമല്ല. പക്ഷെ അദ്ദേഹം സോൾഡ് ഔട്ട് ഫോർ ജൂസ്, യഹൂദന്മാർക്ക് വേണ്ടി വിൽക്കപ്പെട്ടവനാണ്. സ്വയം അദ്ദേഹം തന്നെ വന്നു. അദ്ദേഹം കൂടെ ചേർന്നതോടുകൂടെ സംഗതികൾ ഒരുപാട് മാറി. മാത്രവുമല്ല, അന്തിമ ഗവൺമെൻറ്റായി അമേരിക്ക ഇന്ന് ഫോം ചെയ്യുന്ന അന്തിമ ഗവൺമെൻറ്റായി വരുന്നതിൽ 2 പേരെ കൂടെ ട്രംപ് കൊണ്ടുവന്നു. അവരെ പ്രത്യേക വിഭാഗങ്ങൾ നോക്കാനായി ഏൽപ്പിച്ചു. ഇത് ദൈവവചനത്തിൻ്റെ പ്രവചനങ്ങളോട് 100% ഒക്കുന്നു. കാരണം
ഇവർ സ്ഥലം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ റെഡിയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു മെസ്സേജ് കേട്ടതാണ്, പരസ്യമായി ഞാനിവിടെ കേൾപ്പിച്ചതാണ്. യഹൂദൻ ഇച്ഛിക്കുന്ന സ്ഥലം അവന് കൊടുത്തേ മതിയാകൂ. യഹൂദന് ആലയം പണിയണമെങ്കിൽ അടുത്തുള്ള സ്ഥലം കൂടെ ലഭിച്ചേ മതിയാകൂ. അതിന് തയ്യാറുള്ള ഒരു ഇൻഫ്ലുവൻസ് അന്തിമ ഗവൺമെൻറ്റിൽ ഉണ്ടായിരിക്കും. അമേരിക്കൻ ഗവൺമെൻറ് അല്ല ഞാൻ പറഞ്ഞത്, UNOയിൽ ലോക ഗവൺമെൻറ്റിൽ അന്തിമമായൊരു തീരുമാനമെടുത്തിരിക്കും. ബൈബിളിന് കറക്റ്റായി വരികയാണ്. ആ കാലങ്ങളോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ ഗതികൾ വളരെ മോശമാകുന്നതോടെ ഞാൻ പറഞ്ഞു, അവിടെയും ഇവിടെയും പുണ്ണും പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കും. മാത്രവുമല്ല, ഒടുവിലത്തെ ഈ വേൾഡ് വാറിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. പൈശാചിക ശക്തികൾ ഡയറക്റ്റ് ഇറങ്ങി ക്രിയ ചെയ്യും. ദൈവം അയക്കുന്ന ശക്തികൾ അതിറങ്ങി ക്രിയ ചെയ്യും. മതവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കും. സർവ്വമത സമ്മേളനങ്ങൾ നടന്നിരിക്കും. ആറ്റം ബോംബുകൾ ഉപയോഗിച്ചിരിക്കും. സ്റ്റാർ വാറുകൾ സാധാരണമായിരിക്കും. ഇങ്ങനെ എവ്രിതിങ് വിൽ ബി ദേർ. ഇതെല്ലാം മൂന്നാം ലോക മഹായുദ്ധത്തിലുണ്ട്. ഇവിടെ കൈവിടപ്പെടാൻ പോകുന്നവർ ഇതിൻ്റെ ഭീകരത അനുഭവിച്ചിരിക്കും എന്ന് ഓർത്ത് നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ തയ്യാറാക്കാം. ഹ്യൂമൻ വെപ്പൺസ് ആൻഡ് ലോർഡ്സ് വെപ്പൺസ്. മനുഷ്യൻ ഇപ്രകാരമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ദൈവം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വ്യത്യസ്തമാണ്. ദൈവം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ നാച്ചുറലാണ്. ഞാൻ എൻ്റെ പർവ്വതങ്ങളോട് കൽപ്പിക്കും. വൻകിട ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാകും. ഭയങ്കര തോതിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ഭയങ്കര തോതിൽ വലിയ തിരമാലകൾ ഉയരും. പ്രകൃതിയോട് ദൈവം കൽപ്പിക്കും, പ്രകൃതി ഞാൻ എൻ്റെ സകല പർവ്വതങ്ങളോടും അവൻ്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കും. നാച്ചുറൽ കലാമിറ്റി, ഇന്നത്തെ ഗാസ, വെള്ളപ്പൊക്കം, ഒത്തിരി കാര്യങ്ങൾ, ഭൂകമ്പം, മഹാമാരി, പകർച്ചവ്യാധി എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. മനുഷ്യൻ ഉപയോഗിക്കാവുന്ന ആയുധങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കും. ദൈവം ഉപയോഗിക്കാൻ തീരുമാനിച്ച ആയുധങ്ങൾ ദൈവം ഉപയോഗിക്കും. ഇങ്ങനെ അതിഭയങ്കരമായൊരു യുദ്ധം നടക്കും. ഇതിനോടകം ടെക്നോളജി രംഗത്ത് വരികയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഇന്നത്തെ കമ്പ്യൂട്ടറിനേക്കാൾ 100 മടങ്ങ് ശക്തിയുള്ളതായ കമ്പ്യൂട്ടറുകൾ അണിയറയിലുണ്ട്, രംഗപ്രവേശനം ചെയ്യാൻ പോകുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതോടുകൂടെ ചേരുന്നതോടെ വെളിപ്പാട് പുസ്തകം 13:15 പറയുന്നത് പോലെ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. AI അതിനകത്ത് ഉപയോഗിക്കും. വെളിപ്പാട് 13:18 ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്രേ, അതിൻ്റെ സംഖ്യ 666. QR കോഡും മറ്റും അതിൻ്റെ ഭാഗങ്ങളാണ് എന്ന് മറക്കണ്ട. നമ്മുടെ ചർച്ചിനുണ്ട് QR കോഡ് ഉപയോഗിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അത് പക്ഷേ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്ന രംഗങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഇലക്ട്രോണിക്സ് കണ്ടമാനം ബാധിക്കും. ഞാൻ ഇലക്ട്രോണിക്സാണ് ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നത്. അന്നത്തെ കാലത്തുള്ള, ഇന്നത്തെ കമ്പ്യൂട്ടർ തൊടാനൊക്കത്തില്ല, ഇന്നത്തെ ടെലിഫോൺ തൊടാൻ എനിക്കറിയാൻ വയ്യ, പിന്നല്ലേ കമ്പ്യൂട്ടർ. പക്ഷേ എനിക്ക് ദൈവം തന്ന സമയത്ത് അന്നത്തെ സ്റ്റാൻഡേർഡിൽ പഠിക്കാവുന്നതിൻ്റെ പരമാവധി ഞാനും പഠിച്ച വിഷയം അത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നത് പറഞ്ഞാൽ മനസ്സിലാകും ഏറ്റവും കുറഞ്ഞത്. ഇതേ സമയത്ത് തന്നെ പൈശാചിക ശക്തികൾ അതിഭയങ്കരമായിരിക്കും. വെളിപ്പാട് പുസ്തകം 16:13 പറയുന്നത് പോലെ മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുവരുന്ന ഭൂതാത്മാക്കൾ തന്നെ. അത്ഭുതം എന്ന് തിരുവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2 രൂപത്തിലാണ്. ഒന്ന് ആത്മീകമായ അത്ഭുതങ്ങളുണ്ട്, വേറൊന്ന് ഭൗതികമായ അത്ഭുതങ്ങളുണ്ട്. അനേക ഭൗതിക അത്ഭുതങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ ആത്മീക അത്ഭുതങ്ങൾ മറുവശത്ത് നടക്കും. ഒരിക്കലും പ്രതീക്ഷിക്കാത്തവൻ ദൈവസഭയ്ക്ക് വിരോധമായി തിരിയുന്നതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തവൻ ദൈവസഭയ്ക്കകത്ത് ശക്തനായി മാറുന്നതും അത് തന്നെ അത്ഭുതങ്ങളാണ്. അതിൻ്റെ കൂടെ ലോകപരമായ അനേക അത്ഭുതങ്ങൾ നടക്കും. ദി ടൈം ഓഫ് ജെൻറ്റൈൽസ്, ജാതികളുടെ കാലം തികയുന്നത് വരെ. ഞാൻ പറഞ്ഞു, ജാതികളുടെ കാലം എന്ന് പറയുന്നത് 6000 സംവത്സരമേ ഉള്ളൂ. ഏറെക്കുറെ അത് തീരുന്ന സമയത്തേക്ക് നമ്മൾ അടുത്തു കഴിഞ്ഞു. നമ്മൾ ഏറെക്കുറെ അവിടെ വന്നിരിക്കുകയാണ്. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുമെന്ന് യേശുക്രിസ്തു തന്നെ തൻ്റെ സ്വന്തം വാഗൊണ്ട് വിളിച്ചു പറയുന്നത് കാണാം. അതോടുകൂടെ മുമ്പേ ഞാൻ വേദപുസ്തകം വായിക്കുന്നതിന് മുമ്പേ പറഞ്ഞതുപോലെ റോമലേഖനം 11:21
സംവത്സരമേ ഉള്ളൂ. ഏറെക്കുറെ അത് തീരുന്ന സമയത്തേക്ക് നമ്മൾ അടുത്തു കഴിഞ്ഞു. നമ്മൾ ഏറെക്കുറെ അവിടെ വന്നിരിക്കുകയാണ്. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുമെന്ന് യേശു ക്രിസ്തു തന്നെ തൻ്റെ സ്വന്തം വാഗൊണ്ട് വിളിച്ചു പറയുന്നത് കാണാം. അതോടുകൂടെ മുമ്പേ ഞാൻ വേദപുസ്തകം വായിക്കുന്നതിന് മുമ്പേ പറഞ്ഞതുപോലെ റോമലേഖനം 11:21 പറഞ്ഞു, ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരും. ദൈവത്തിൻ്റെ പ്രീ ഡിറ്റർമിനേഷൻ, ദൈവത്തിൻ്റെ മുൻ നിയമനം, മുൻ അറിവ്, മുൻ നിയമനം, ഇങ്ങനെ 2-3 ഘടകങ്ങളുണ്ട്. ഈ മുന്നറിവ് ഉണ്ടെങ്കിലും മുൻ നിയമനം പേര് വെച്ചല്ല, നമ്പർ വെച്ച. ബഥേലിൽ നിന്ന് 100 പേരിങ്ങോട്ട് എഴുതി വെച്ച് ഈ പേരുകൾ വരുമെന്നല്ല, ബഥേലിൽ നിന്നൊരു നമ്പർ ഇട്ടു, 100 ആളുകളെ കിട്ടും. മുൻപേ വരുന്നവർക്കായി സ്തോത്രം. പക്ഷേ അന്ന് മുൻപന്മാർ പലരും പിമ്പന്മാരാകും, പിമ്പന്മാർ പലരും മുൻപന്മാരാകും. ഇന്ന് ആഞ്ഞോടുവാൻ തയ്യാറാകെ, മുൻപിലേക്ക് കയറുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ സമയത്ത് സാഹചര്യങ്ങൾ തീരെ വഷളായി. ഏറ്റവും വഷളായ സാഹചര്യത്തിൽ എനിക്കിന്ന്, ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ ഞാൻ ഒത്തിരി കാത്തിരുന്നെങ്കിലും പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടില്ല. എൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കാം, ദൈവത്തെങ്കിൽ നിന്ന് റിസീവ് ചെയ്യാൻ വയ്യാത്തതിന് വേണം എൻ്റെ ശരീരം ടയർഡായിപ്പോയി. അതുകൊണ്ടായിരിക്കാം ഞാൻ ഒത്തിരി നേരം ഇരുന്നെങ്കിലും, ഉറങ്ങിയത് കൊണ്ടല്ല, എനിക്ക് മെസ്സേജ് പ്രോപ്പർലി കിട്ടിയില്ല. ഇന്ന് വെളുപ്പിനെയാണ് കിട്ടിയത്. ആ കാരണത്താൽ എല്ലാ സ്ലൈഡുകളും ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ടും ഉണ്ടാക്കാൻ എനിക്ക് ഒത്തിട്ടില്ല. ഏതെങ്കിലും കിട്ടിയ ഒന്നിലുണ്ടാക്കി മറ്റേത് ഞാൻ വ്യാഖ്യാനിച്ചോളാം, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തോളാം. ഇതല്ലാതെ മാർഗമില്ല. സംടൈംസ് ബിക്കോസ് ഓഫ് ദ ഹാർഡ്നെസ് ഓഫ് ദ വാർ, ഈ യുദ്ധത്തിൽ നടക്കുവാൻ പോകുന്ന ഭയങ്കര കെടുതികൾ കാരണം, ഞാൻ പറഞ്ഞില്ല ഇത് ഭയങ്കരമാണ്. നിൽക്കുന്ന നിപ്പിൽ നാവ് അളിഞ്ഞു പോകുക, നിൽക്കുന്ന നിപ്പിൽ കണ്ണ് അളിഞ്ഞു പോകുക. ക്യാൻസറും പ്രശ്നങ്ങളും വന്നപ്പോൾ നമ്മൾ എന്തും വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇതിനപ്പുറത്തേക്കാകുമ്പോൾ എങ്ങനെയെങ്കിലും യുദ്ധമൊന്ന് നിർത്തണം, വെടിയൊന്ന് നിർത്തിക്കിട്ടണം എന്ന് ഒരുപാട് പേർക്ക് താല്പര്യമാകും. എല്ലാവർക്കും താല്പര്യമാകും. ഇസ്രയേലിന് താല്പര്യമാകും, ജാതികൾക്ക് താല്പര്യമാകും, യുദ്ധം ചെയ്യുന്നവർക്ക് താല്പര്യമാകും. ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെ മാറുന്നതോടെ ലോകം പ്രതീക്ഷിക്കും എവിടെയെങ്കിലും ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ കൊള്ളാവുന്ന, ഒരു സമാധാനം കൊണ്ടുവരാൻ കൊള്ളുന്ന ഒരു ഭരണാധികാരി വന്നെങ്കിൽ കൊള്ളായിരുന്നു. മുഴുവൻ ലോകവും ഒരു ഭരണാധികാരിക്ക് വേണ്ടി കാത്തിരിക്കും. അവനവൻ്റെ ദൈവങ്ങളോട് അവനവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഒരു ഭരണാധികാരിയെ കൊണ്ടുവരും എന്ന് മുന്നമേ അറിഞ്ഞിട്ടുണ്ട്. ദാനിയേലിൻ്റെ പ്രവചനം 8-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ, എന്നാൽ അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് എവിടെയാണ് അത് ഞാൻ വ്യാഖ്യാനിച്ചു, UNO ആയിരിക്കാം, ഇല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഭരണ സമ്പ്രദായം, മുഴുവൻ ലോകത്തെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു ഭരണ സമ്പ്രദായം. എന്നാൽ അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, ഈ പദം ഞാൻ പ്രത്യേകം കളർ ചെയ്തിട്ടുണ്ട്, ദയവായി ശ്രദ്ധിക്കണം. അതിക്രമം തികയാതെ ദൈവം ആരോടും ഒന്നും ചെയ്യത്തില്ല. അബ്രഹാമിനെ വിളിച്ചേച്ച് നിനക്ക് ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള ഇസ്രയേൽ സാമ്രാജ്യം തരുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു പദമുണ്ട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് ഒരു 400 വർഷം അടിമവാസം കൂടെ ചെയ്യും. ഒരു പദം കൂടെ ഞാൻ ഇവിടെ ചേർത്ത് പറയട്ടെ. ഇസ്രയേൽ മിസ്രൈമിൽ താമസിച്ചിരുന്നത് 430 വർഷമാണ്. ദൈവം ഇവിടെ എടുത്തു പറയുമ്പോൾ നിന്റെ സന്തതി 400 വർഷം അടിമവാസം ചെയ്യും. ഈ 430 വർഷം പ്രാക്ടിക്കലി താമസിച്ചില്ലേ, അപ്പോൾ പിന്നെ 400 മാത്രമേ ദൈവത്തിൻ്റെ കണക്കിലുള്ളൂ. അങ്ങനല്ല, 400 വർഷമേ താമസിക്കത്തുള്ളെന്ന് പറഞ്ഞില്ല, 400 വർഷം അടിമവാസമായിരിക്കുമെന്ന് പറഞ്ഞു. ആദ്യത്തെ 30 വർഷം കൊണ്ട് ഇസ്രയേൽ ഏറെക്കുറെ ഈ മിസ്രൈമിൽ പരന്നു കഴിഞ്ഞതിനെ തുടർന്ന് ജോസഫിനെ അറിയാത്ത വേറൊരു രാജാവ് വരികയും ഇനി അവർ വളരരുത് എന്ന് പറഞ്ഞ് അവരെ അടിമകളാക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് പോലെ, ഇന്ന് ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ, ഇന്ന് പെന്തക്കോസ് മണ്ഡലത്തിൽ നടക്കുന്നത് പോലെ ഇനി അവർ വളരരുത്. അതുകൊണ്ട് അവരെ അടിമകളാക്കണം. നിങ്ങളുടെ എണ്ണം വർദ്ധിക്കാതെ ഇരിക്കുവാൻ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് ശക്തികൾ നാമധേയ പെന്തക്കോസിൻ്റെ അകത്തുണ്ട് എന്ന് മറക്കണ്ട. ഇനിയും ഇവർ അടിമകളായിരിക്കണമെന്ന് പറഞ്ഞ് ഇസ്രയേലിനെ അടിമകളാക്കിയ ഒരു 400 വർഷം. അതിനകത്ത് ഈ ദൈവം പറയുന്ന ഒരു പദമുണ്ട്. യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒരു പദമുണ്ട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം അടിമ ജീവിതം ചെയ്യും. അടുത്തൊരു കൊച്ചു ക്ലോസ് കൊടുത്തിട്ടുണ്ട്, അമോര്യരുടെ അകൃത്യം ഇതുവരെയും തികഞ്ഞിട്ടില്ല. ഇന്ന് കനാനിൽ പാർത്തു വരുന്നത് അമോര്യർ എന്ന് പറയുന്ന ഒരു ജാതിയാണ്.
അവിടെ പല ജാതികളുണ്ട്, അതിൽ പലതിൻ്റെയും അകൃത്യം തികഞ്ഞതാണ്. പക്ഷെ ചിലതിൻ്റെയും കൂടെ അകൃത്യം തികയാനുണ്ട്. അമോര്യരുടെ അകൃത്യം തികഞ്ഞിട്ടില്ല. അത് തികഞ്ഞെങ്കിലേ ഞാൻ അവരെ നീക്കിയേച്ച് നിങ്ങളെ പാർപ്പിക്കത്തുള്ളൂ. ഇത് ആവർത്തിക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഓരോ പ്രവചനത്തിനും അനേക നിവർത്തീകരണങ്ങളുണ്ട്, ആവർത്തനങ്ങളുണ്ട്. അന്ത്യകാലത്ത്, അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, ഇന്ന് നടക്കുന്ന അതിക്രമങ്ങൾ ഒരുപക്ഷെ നമ്മളൊക്കെ ഭയത്തോടെയാണ് കേൾക്കുന്നത്. നേരിട്ട് കണ്ടാൽ നമ്മിൽ പലരും ഭ്രാന്തരായി മാറും. മനുഷ്യനെ ജീവനോട് ചുട്ടുകരിക്കുക, ക്രിസ്തീയ ദേവാലയങ്ങൾ അറ്റാക്ക് ചെയ്യുക, ബുൾഡൗസറുകൾ ഉപയോഗിച്ച് എടുത്തു കളയുക. എന്ത് തകരാറുണ്ടായിട്ടാ, എന്ത് കുറ്റം ചെയ്തിട്ടാ? നിത്യനായ ദൈവം വിധിച്ചതാണ്, പ്രവചന പുസ്തകങ്ങളിൽ എഴുതി വെച്ചതാ. ഞങ്ങൾക്കിത് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. അതിക്രമക്കാരുടെ അകൃത്യങ്ങൾ തികഞ്ഞു കഴിയുമ്പോൾ പള്ളികൾക്കകത്തിരുന്ന് കേസ് കൊടുക്കുന്നതും, പള്ളികൾക്കകത്തിരുന്ന് ദുർവ്യയങ്ങൾ നടത്തുന്നതും, പള്ളികൾക്കകത്തിരുന്നതിന് വിരോധമായി എഴുതുന്നതും എല്ലാം ദൈവസഭയ്ക്കകത്തും നടക്കുന്ന അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മെസ്സേജ് ഇവിടെ കേൾപ്പിച്ച് ഈ ആഴ്ച കേൾപ്പിക്കുന്നില്ലെന്ന് കരുതി. രാമസ്വാമിയുടെ മെസ്സേജായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉഗ്രഭാവം കാണിക്കാൻ മാത്രമാണ് ആ മെസ്സേജ് ഇട്ടതെന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ വാചകങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുമായിട്ടല്ല. ഇതിൻ്റെ ഉഗ്രഭാവം കാണുവാൻ അഗ്രസീവ് മെൻറ്റാലിറ്റിയുള്ള ആയിരങ്ങൾ ഇന്നത്തെ ഗവൺമെൻറ്റിലുണ്ട്. എന്നാൽ അതിന് കൊള്ളാവുന്നവനെ എഴുന്നേൽപ്പിക്കും. ഒന്ന് ഉഗ്രബുദ്ധി, ഒന്ന് ഉഗ്രഭാവം, രണ്ട് ഉപായബുദ്ധി, ബുദ്ധിയിൽ സമർത്ഥൻ. ഇങ്ങനെയുള്ള ഒരുവനെ എഴുന്നേൽപ്പിക്കും. അടുത്തത്, അവൻ്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. അവന് സ്വന്തമായി ശക്തി ഉണ്ടായിട്ടല്ല, പൈശാചിക ശക്തികൾ അവന് കൊടുക്കുവാൻ ആ ദിവസങ്ങളിൽ ആകാശത്ത് നിന്ന് 7 തലയും 10 കൊമ്പുമുള്ളതായ ആ മഹാസർപ്പത്തോട് ചേർന്ന് നിൽക്കുവാൻ തീ നിറമുള്ളതാ 10 കൊമ്പുള്ള 7 തലയുള്ളതായ ഒരു മഹാസർപ്പം മുകളിലുണ്ട്. ആ ശക്തിയാൽ ഭൂമിയിൽ അവർ ഭരണം നടത്തും. ഈ വാക്യമാണ് നമ്മൾ ഇംഗ്ലീഷിൽ മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞത്. എന്നാൽ അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അകൃത്യം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. ഞാൻ പറഞ്ഞു, ഇന്ന് വെളുപ്പിനെ മെസ്സേജ് കിട്ടുന്ന ഒത്തിരി ലേറ്റായി പോയതുകൊണ്ട് അതിൻ്റെ പ്രായോഗിക ദോഷമാണ്. ഇതൊരു റിപ്പീറ്റേഷനായി മാറി. കഠിന നിയമം ചെയ്യുന്നതായ ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ഒരു രാജാവ്, ഒരു ഭരണാധികാരി, ഏകലോക ഭരണാധികാരി എഴുന്നേറ്റ് വരും. നിയമം ചെയ്യുന്ന, കഠിനമായി നിയമം ചെയ്യുന്ന ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ഒടുവിലത്തെ 7 വർഷം, ഒടുവിലത്തെ ഏത് വർഷം, അതിനകത്ത് നാം കയറിക്കഴിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ വയ്യ. അല്ലെ, വി ആർ ഓൺ ദ ബ്രിം എന്ന് മാത്രം പറയാം. ഞാൻ പറഞ്ഞു കയറിക്കഴിഞ്ഞോ എന്ന് എനിക്ക് പറയാൻ അറിയാൻ വയ്യ. മഹോദ്രവം കഴിഞ്ഞ ശേഷം മാത്രമേ, സഭ എടുക്കപ്പെട്ട ശേഷം മാത്രമേ മഹോദ്രവം നടക്കൂ എന്നാണ് പെന്തക്കോസ്തൽ വിഭാഗങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും പെന്തക്കോസ്തുകാരനായതുകൊണ്ട് അതേ ആശയത്തിൽ നിൽക്കുന്നു. അത് തെളിയിക്കുവാൻ വേദപുസ്തകത്തിൽ അനേക ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങൾ ഞാൻ എടുക്കുന്നു. യേശു പറഞ്ഞു, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിൽ സംഭവിക്കും. ലോത്ത് സോതോമിൽ നിന്ന് പിടിച്ചു വലിച്ചിറക്കിയ ശേഷമാണ് സോതോമിൽ തീമഴ പെയ്തത്. അങ്ങനെയാണെങ്കിൽ സഭ മാറിയ ശേഷം മാത്രമേ തീമഴ ഇവിടെ പെയ്യാവുള്ളൂ. അതിനുശേഷം മാത്രമേ ഈ മഹോദ്രവം തുടങ്ങാറുള്ളൂ. ഇത് ആ ട്രാൻസിറ്റ് പീരീഡിൽ എവിടെയോ ആയിരിക്കാം നാം. വേറൊരാശയമുണ്ട്. ഞാൻ ആശയം സ്ഥാപിക്കുകയല്ല, ഞാൻ ആശയം അംഗീകരിക്കുകയുമല്ല. സഭ മഹോദ്രവത്തിലൂടെ പോകും, അതിനുശേഷം മാത്രമേ സഭയും മാറ്റപ്പെടത്തുള്ളൂ എന്ന് പറയുന്നതാ. ഞാൻ അതിനകത്തോടെ പോകുന്നില്ല. അവർ സപ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്യമുണ്ട്, വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ വൃതന്മാരും ഇതിലൂടെ കടന്നു പോകുമെന്നാണ്. ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് മൂന്നാമതൊരു തിയോളജി ഉണ്ടായിട്ടുണ്ട്. മിഡ് ട്രിബുലേഷൻ റാപ്ചർ. ട്രിബുലേഷൻ്റെ മധ്യകാലത്ത് ആദ്യത്തെ 3.5 വർഷം തീരെ സ്ലോ ആയിരിക്കും, ട്രിബുലേഷൻ വലുതായി വരത്തില്ല.
ഒടുവിലത്തെ 3.5 വർഷമായിരിക്കും ട്രിബുലേഷൻ, മഹോദ്രവത്തിൻ്റെ ഭീകരാവസ്ഥ. അതാകുന്നതിന് മുന്നമേ ട്രിബുലേഷൻ്റെ മധ്യസമയത്ത് സഭ എടുക്കപ്പെടും എന്ന് പറയുന്നവരുണ്ട്. ആരംഭത്തെങ്കിൽ ഇവിടെയോ എന്ന് പറയുന്നതായിരിക്കും എനിക്കെളുപ്പം. എല്ലാ വാക്യങ്ങളും ഒരുപോലെ കോംപ്രമൈസ് ചെയ്യപ്പെടും. കോംപ്രമൈസ് അല്ല, സാറ്റിസ്ഫൈ ചെയ്യപ്പെടും. എല്ലാ വാക്യങ്ങളും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടും. ഈ ദിവസങ്ങളിൽ ഒന്നിൽ മഹോദ്രവം തുടങ്ങിയില്ലെന്ന് പറയാൻ എനിക്കൊക്കത്തില്ല. ചുമ്മാ പോകുന്ന ക്രിസ്ത്യാനിയെ ചുട്ടുകരിക്കുന്നത്, ചുമ്മാതെ പോകുന്ന ഇസ്രയേലിനകത്ത് കയറി ആക്രമിക്കുന്നത് തുടങ്ങിയില്ലെന്ന് പറയാൻ ഒക്കത്തില്ല. അവിടെ ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട്. തുടങ്ങിയെന്ന് ഡിക്ലെയർ ചെയ്യാൻ ഞാൻ ആരുമല്ല, ദൈവം മാത്രമാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ നാം അന്ത്യഘട്ടത്തിൻ്റെ അന്ത്യത്തിലാണ് എന്ന് മറക്കണ്ട. ഒരാഴ്ച വട്ടത്തേക്ക് ഒരു പക്ഷെങ്കിൽ നാം കയറുകയാണെന്ന് പറയാം, കയറിയിട്ടില്ല, കയറുകയാണെന്ന് പറയാം. അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളകയും മ്ലേച്ഛതയുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. ദാനിയേൽ 9:27 പറയുന്നതാണിത്. അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഇത് സംഭവിച്ചേ മതിയാകുള്ളൂ. The prince that established the covenant, and Daniel 9:27, which I have already explained in Malayalam. മലയാളത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അന്ന് ഒരു രാജാവ് വെളിപ്പെടും. അതിവരല്ലേ ഉഗ്രബുദ്ധിയും ഉപായചിന്തയുമുള്ളവർ ഗവൺമെൻറ്റിനകത്ത് വന്നു കഴിഞ്ഞു. അമേരിക്കൻ ഗവൺമെൻറ്റിനകത്ത് ജനുവരി 26-നായിരിക്കും 20-നായിരിക്കും കയറുന്നല്ലേ, കയറാൻ തുടങ്ങുക. പക്ഷേ ഇതോടുകൂടെ നമ്മൾ ഒരു കാര്യം അറിയണം. അമേരിക്കൻ ഗവൺമെൻറ്റിനെ കുറിച്ച് അല്ലി പറയുന്നത്. UNOയിൽ അല്ലെങ്കിൽ ഏകലോക ഗവൺമെൻറ്റിൽ ഇവർക്കുണ്ടാകാൻ പോകുന്ന അവരുടെ സ്വാധീനതയാണ്. ഒരു ഏകലോക ഗവൺമെൻറ്, ഒരു UNO ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് തത്തുല്യമോ അതിനേക്കാൾ ഉന്നതമായ വേറൊരു സംഘടന ഉണ്ടായാൽ അതിനകത്ത് അന്നത്തെ ഗവൺമെൻറ്റിന് ഉണ്ടാകാൻ പോകുന്ന പ്രാധാന്യതയെ കാണിക്കുന്നതാണ് ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ്. ഈ രാജാവ് എഴുന്നേറ്റൊരു നിയമമുണ്ടാക്കും. There will be a strong support for Israel even in space for the temple. ഞാൻ മുമ്പേ തന്നെ ഒന്ന് പറഞ്ഞായിരുന്നു, ഇസ്രയേലിന് അവരുടെ ആലയം പണിതേ പറ്റൂ. ഇന്ന് അവിടെ ഇരിക്കുന്ന സ്ഥാപനങ്ങൾ മാറ്റിയ ശേഷം അവിടെ ഒരു ആലയം പണിതേ പറ്റൂ. ഈ പുള്ളികളാണ് ഇസ്രയേലിന് സ്ഥലം കൊടുക്കണം എന്ന് വാദിക്കുന്നവർ. എൻ്റെ ആർഗ്യുമെൻ്റ് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇസ്രയേലിന് സ്ഥലങ്ങൾ വിട്ടുകൊടുക്കണം. They will occupy wherever they want and the Arabs will look forward for themselves to occupy. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ എടുത്ത പദമായിരുന്നു മിസ്റ്റർ രാമസ്വാമിയുടെ പദം. അതിലൊരു മലയാളിയാണ്, അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. 2000 ഇത് വന്നേ തീരുള്ളൂ. ഇങ്ങനെ ഒരു രാജാവ് എഴുന്നേൽക്കണം. അവർ നിയമം കഠിനമാക്കും. എല്ലാ ജാതികളോടും പറയും, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടിയും തരാം, ആ സ്ഥലത്ത് ആരാധിക്കണം. പണിയപ്പെടുന്ന യഹോവയുടെ ദേവാലയത്തിൻ്റെ പ്രാകാരത്തിൽ ജാതികൾ ആരാധിക്കുമെന്നത് തിരുവചനത്തിൻ്റെ പ്രവചനത്തിലൊന്നാണ്. ഞാൻ ആം ഗോയിങ് ഡീപ്പ്. സാധാരണ പോകുന്നതിൻ്റെ ലെവലിലല്ല ഞാൻ നിൽക്കുന്നത്. പുതുതായി പണിയപ്പെടുവാൻ പോകുന്ന ആ ദേവാലയത്തിൽ ജാതികൾക്ക് വന്ന് ആരാധിക്കുവാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടായിരിക്കും. ഇതിൻ്റെ സൂചനയായി ശലോമോൻ്റെ ദേവാലയത്തിൽ ജാതികളുടെ പ്രാകാരം എന്നൊരു പ്രാകാരം ഉണ്ടായിരുന്നു. വരുവാനുള്ള പുതിയ ദേവാലയത്തിലും ജാതികൾ അതിനകത്ത് ആരാധിക്കും. അഥവാ ദൈവത്തിൻ്റെ ആരാധനയോട് ചേർന്ന് മറ്റ് ആരാധനകളും ഒരേ സ്ഥലത്തിൽ ഉണ്ടാകത്തക്കതുപോലെ ഒരു ക്രമീകരണം ചെയ്തുകൂടാ എന്നില്ല. എല്ലാവർക്കും ഹിതകരമായ ഒരു തീരുമാനം ആലയത്തെക്കുറിച്ചുണ്ടാകും. അന്ന് ആരാധനകൾ ഒരുമിച്ച് നടക്കും. എല്ലാവരും ഇതിനെ തന്നെ വിശ്വസിച്ചു കൊണ്ടിരിക്കും. എല്ലാവരും ഇത് ലോകത്തിൻ്റെ സമാധാനമായി എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, ചൊറിഞ്ഞ് അളിയുന്നതിൻ്റെ ഇടയ്ക്ക്, കണ്ണ് അഴുകിപ്പോകുന്നതിൻ്റെ ഇടയ്ക്ക്, നാവ് അഴുകിപ്പോകുന്നതിൻ്റെ ഇടയ്ക്ക് എങ്ങനെങ്കിലും ഈ ആറ്റമിക് ബോംബുകൾ, ഈ കെമിക്കൽ ബോംബുകൾ, ഈ ബയോളിക് വെപ്പൺസ് ഒന്ന് മാറിക്കിട്ടിയെങ്കിൽ എങ്ങനെയെങ്കിലും ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എല്ലാവർക്കും യോഗ്യമായ അതീവ ബുദ്ധിശക്തിയുള്ള സംസാരിക്കുവാൻ കഴിയുന്ന കമ്പ്യൂട്ടറുകൾ പുറത്തു വരുന്ന ഒരു വല്ലാത്ത പ്രതിമയുടെ മുമ്പിൽ ജനം വന്ന് നിൽക്കുകയും ഒരു ഭരണം സുഗമമായി പോകുകയും ചെയ്യുന്നതിനാൽ എല്ലാവരും വിശ്വസിച്ച് ഈ ഭരണകൂടത്തെ ഏൽപ്പിക്കും. 3.5 വർഷം കഴിയുന്നതോടെ അവൻ നിയമം കഠിനമാക്കും. ഇതൊത്തിരി പ്രോഫറ്റിക്കാണ് ഞാൻ ഈ പറയുന്ന പദങ്ങൾ. വേദപുസ്തകത്തിൽ ഡയറക്റ്റ് വാക്യങ്ങളില്ലെങ്കിലും സൂചനകൾ ഉണ്ട്.
ഇന്ന് നടക്കുന്ന ആരാധനയിൽ വിഗ്രഹങ്ങൾ ഈ ആലയത്തിനകത്തില്ല. രണ്ട് വിഭാഗങ്ങൾക്കായിട്ടായിരിക്കും പ്രധാനമായും ഈ ആലയങ്ങൾ കൊടുക്കുന്നത്. അവിടെ വിഗ്രഹങ്ങൾ കാണത്തില്ല. എന്നാൽ 3.5 വർഷം തികയുന്നതോടുകൂടെ ഒരു പ്രതിമയെ അതിൻ്റെ നടുവിൽ നിർത്തണം എന്ന് വാദിക്കും. അതോടുകൂടെ ഇസ്രയേലിന് മനസ്സിലാകും, ഞങ്ങൾ പരാജയപ്പെട്ടു, പ്രതിമാരാധന ദൈവത്തിനുള്ളതല്ല. ഇസ്രയേൽ വിഘടിക്കും. മുഴുവൻ ലോകവും അവർക്ക് വിരോധമായി യുദ്ധം ചെയ്യും. ഒരു രാജ്യം പോലും അന്നവർക്ക് അനുകൂലമാകത്തില്ല. അതിന് മുന്നമേ ലോകം 2 ചേരിയായി തിരിയും. ഒരു ചേരി ഇസ്രയേലിനോട് ചേർന്ന് ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും കാനഡയുടെയും ഓസ്ട്രേലിയയുടെയും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ, അതായത് ബ്രിട്ടനും അവൻ്റെ ബാലസിംഹങ്ങളും ഒരു വശത്ത് നിന്നുകൊണ്ട്, മറുവശത്ത് റഷ്യയും അവൻ്റെ ആളുകളും ചേർന്ന് നിന്നുകൊണ്ട് 2 ചേരിയായി തിരിഞ്ഞ് യുദ്ധം നടക്കും. ഇതിൻ്റെ നടുവിലാണ് ഒരു പുതിയ നിയമമുണ്ടാകുന്നതും നമുക്കിതൊന്ന് മാറ്റിവെക്കാം, യുദ്ധങ്ങൾ ഒഴിവാക്കാം എന്ന് പറയുന്നതും. പക്ഷേ ആഴ്ചവട്ടത്തിൻ്റെ മധ്യത്തിങ്കൽ തേണ്ട ഈ രാജാവ് പറയും, ഈ ദേവാലയത്തിൽ ഒരു വിഗ്രഹത്തെ വെച്ചേ മതിയാകെയുള്ളൂ, അതിനെ മലിനമാക്കിയേ മതിയാകെയുള്ളൂ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത അക്ഷരീയമായി വേറൊരർത്ഥത്തിൽ എഴുന്നേറ്റ് വരും. ഒരുപാടെണ്ണം നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ രാത്രിയിൽ ലവ് ലെറ്റർ എഴുതുന്ന പുള്ളി രാവിലെ മറുഭാഷ അടിക്കുന്നത് കേൾക്കാം. ഇവിടെ ഒത്തിരി ശൂന്യമാക്കുന്ന മ്ലേച്ഛതകൾ നടന്നുകൊണ്ടിരിക്കുക. ദേവാലയത്തിനകത്ത് ഒരു വശത്ത് ആത്മീയം തന്നെ പറയുന്നവൻ പണച്ചാക്കായി മാറുവാൻ കള്ളപ്പണം ഉണ്ടാക്കുന്നത് കാണാം. ഇവിടെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ഒരുപാട് നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇതിനപ്പുറത്ത് ഇവയുടെ മൂർത്തിഭാവം, അധർമ്മത്തിൻ്റെ മർമ്മം ഇന്ന് വെളിപ്പെടുന്നുണ്ട്. പക്ഷേ അധർമ്മത്തിൻ്റെ മൂർത്തി അന്ന് വെളിപ്പെട്ടു വരും. 3.5 വർഷം തികയുന്നതോടെ ഈ ആലയത്തിൽ ഒരു ബിംബത്തെ പ്രതിഷ്ഠിക്കണം എന്ന സ്ഥിതിയാകും. അതിനെ തുടർന്ന് ഇസ്രയേൽ അവരിൽ നിന്ന് പിന്മാറുകയും മുഴുവൻ ലോകവും ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തി യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തി മുഴുവൻ ലോകവും ചേർന്ന് യുദ്ധം ചെയ്യുമ്പോൾ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, യുദ്ധത്തിനുള്ള പട്ടാളത്തിന് പോകാനുള്ള റോഡാണ് നമ്മുടെ അടുത്തൂടെ വെട്ടിയിരിക്കുന്നത്. ദിസ് ഈസ് ഏഷ്യൻ ഹൈവേ. ഇന്ത്യയുടെ മിക്ക സ്റ്റേറ്റുകളും ടച്ച് ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ പല രാജ്യങ്ങൾ അത് ടച്ച് ചെയ്യുന്നുണ്ട്. ഇവയിൽ കൂടെ എല്ലാം പട്ടാളക്കാർ ഗ്രൂപ്പായി പോകേണ്ടതാണ്. ഏതാണ്ട് 20 കോടിയോളം പട്ടാളക്കാർ യുദ്ധത്തിന് വേണ്ടി എത്തിയേ മതിയാകൂ. അത് മാസ് മൂവ്മെൻ്റ് കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. അതിനെ തുടർന്ന് അണ്ടർഗ്രൗണ്ട് വാർ. ഇന്ന് ഒരുപാട് അണ്ടർഗ്രൗണ്ട് യുദ്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കാറുണ്ട്. ഹമാസ് ചെയ്തു, ഹിസ്ബുള്ള ചെയ്തു, അവർ ചെയ്തു. ഈ പറയുന്ന ഇസ്രയേൽ ചെയ്യും. ഒരു പക്ഷെങ്കിൽ അതിനു മുന്നമേ അവർ പിടിച്ചെടുത്ത ടണലുകൾ അവർ ഉപയോഗിച്ചേക്കാം. അതെനിക്ക് പറയാൻ അറിയാൻ വയ്യ. വേദപുസ്തകത്തിൻ്റെ വിശദീകരണപ്രകാരം യേശു വന്ന് ഇറങ്ങി വരികയും തൻ്റെ കാൽ ഒലിവ് മലയിൽ സ്പർശിക്കുകയും ചെയ്യും. യേശു സ്വർഗാരോഹണം ചെയ്തത് ഒലിവ് മലയിൽ. ദൂതന്മാർ ഇറങ്ങി വന്നേച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഈ മേളിലോട്ട് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയ ഈ യേശു പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരും ഈ ഒലിവ് മലയിൽ. ഒലിവ് മലയിൽ തൻ്റെ പാദങ്ങൾ വയ്ക്കുന്നതോടെ ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി 2ആയി ചീന്തിപ്പോകും. ഇന്ന് വരുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഈ പണി ഒരളവിൽ ചെയ്യുകയാണ്. ഭൂകമ്പം നടക്കാൻ പോകുകയാണ്. ചില വർഷങ്ങൾക്ക് മുന്നമേ ഹോളിഡേ ഇൻ എന്ന ഹോട്ടൽ കമ്പനി ഒലിവ് മലയുടെ മുകളിൽ ഒരു ഹോട്ടൽ സ്ഥാപിക്കാൻ താല്പര്യപ്പെട്ടത് എനിക്ക് തോന്നുന്നത് ഒരു 50 വർഷങ്ങൾക്ക് പുറകിലാണ്. ഒരു 50 വർഷങ്ങൾക്ക് പുറകിലാണ് ഒലിവ് മലയുടെ മുകളിൽ ഒരു ഹോട്ടൽ വെക്കുവാൻ ഒരു സർവേ നടത്തി. ആ സർവേ ടീം കൊടുത്തത് 100 വർഷത്തിനകം ഒലിവ് മല 2ആയി പിളർന്നു പോകും. 100 വർഷത്തിനകം ഒലിവ് മല 2ആയി പിളർന്നു പോകും. ഇവിടെ ഒരു ഭൂകമ്പത്തിൻ്റെ സാധ്യതയുണ്ട്. അത് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരളവിൽ കാണുവാൻ കഴിഞ്ഞു. നിത്യനായ ദൈവം എന്നെയും നിങ്ങളെയും പോലെ പ്ലെയിനായുള്ളവർക്ക് അറിയുവാൻ എഴുതിയിട്ടു. അവൻ്റെ കാൽ ഒലിവ് മലമേൽ വെക്കും. ഒലിവ് മല 2ആയി പിളരും. ഒരു വലിയ താഴ്വര ഉളവായി വരും. ആ താഴ്വരയിൽ നിന്ന് ഇസ്രയേൽ യുദ്ധം ചെയ്യും. അന്ന് അവർക്ക് വസ്തുവകകൾ വാങ്ങിക്കാൻ ഒക്കത്തില്ല. 666 മുദ്രയില്ല, QR കോഡില്ല, ക്രെഡിറ്റ് കാർഡില്ല. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അതില്ലാത്തവർക്ക് വാങ്ങാനും വയ്ക്കാനും ഒക്കത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞൊരു പ്രസ്താവന ഞാനിവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിരുന്നത് വരുന്നുണ്ടോ എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല, ചിലപ്പോൾ അത് വരുന്നുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, 3-ാം ലോക മഹായുദ്ധത്തിൽ എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കും
വെപ്പൺസ് ഉപയോഗിക്കുമെന്ന് എനിക്ക് തീർത്തറിഞ്ഞുകൂടാ. പക്ഷെ മൂന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞൊരു യുദ്ധമുണ്ടെങ്കിൽ അന്ന് കമ്പും കോലുമേ ഉള്ളൂ, കല്ലെടുത്ത് എറിയാനേ പറ്റത്തുള്ളൂ. ബാക്കി ആയുധങ്ങൾ മുഴുവൻ തീർന്നിരിക്കും, മുഴുവനും നശിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഡിക്ഷൻ ആയിരുന്നു. ഓക്കെ, അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിന് കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. സഖരിയ പ്രവചനം 14:4-5. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വരയിൽ ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരകളിലേക്ക് ഓടിപ്പോകും. ഒരു ഗറില്ല യുദ്ധം, ഒരു അണ്ടർഗ്രൗണ്ട് വാർ ഇസ്രയേൽ ചെയ്തെടുക്കും. An underground war. I already put it. Okay, Albert Einstein's statement is also here. Albert Einstein says, I know not with what weapons World War III will be fought, but World War IV, ഞാൻ ചേർക്കട്ടെ, if any. ഞാനത് ചേർക്കുകയാണ്, എൻ്റെ ആയിട്ട് ചേർക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റൈനോട് പറയാൻ ഞാൻ ആരുമല്ല. ബട്ട് ലെറ്റ് മീ ആഡ്, if any. World War IV, if any, will be fought with sticks and stones. ബാക്കി മുഴുവനും മൂന്നാം ലോക മഹായുദ്ധത്തിൽ കത്തിക്കും. ലോകം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആയുധങ്ങൾ മുഴുവനും ഉപയോഗിക്കാൻ അവർക്ക് അവസരം കൊടുക്കുക. ഉണ്ടാക്കി വച്ചിരിക്കുന്നത് മുഴുവനും ഉപയോഗിപ്പാൻ അവസരം കൊടുക്കുക. ഇത് കൊടുത്തുകൊണ്ട് മൂന്നാം ലോക മഹായുദ്ധം നടക്കും. പക്ഷേ ഇതിനിടയ്ക്ക് മറക്കരുത്, there is a group who are eagerly waiting. ഭയങ്കര പ്രതീക്ഷയോടെ യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നൊരു ജനമുണ്ട്. മഴയാന്നേലും മഞ്ഞാന്നേലും വെയിലാണേലും ചൂടാണേലും എന്തിൻ്റെ നടുവിൽ ഓടി വന്ന് പ്രാർത്ഥിക്കുവാൻ, യേശുവിനെ എതിരേൽക്കുവാൻ there is a group of people eagerly waiting. വണ്ടിക്ക് കാറ്റടിച്ച് വെക്കാൻ മറന്നുപോയി, ശനിയാഴ്ച പെട്രോൾ അടിക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ രാവിലെ ഉണരാൻ ലേറ്റായിപ്പോയി, തുണി കഴുകിയത് ശരിയായില്ല, അതുകൊണ്ട് ആരാധനയ്ക്ക് വന്നില്ലെന്ന് പറയുന്ന ഒത്തിരി ഉഴപ്പന്മാർ ഒരു വശത്ത് കിടക്കുമ്പോൾ, എനിക്ക് വണ്ടിയില്ല, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ചെരുപ്പ് പൊട്ടിപ്പോയി എന്നൊക്കെ പറയുന്ന തനി ഉഴപ്പന്മാർ ഒരു കൂട്ടർ മാറി നിൽക്കുമ്പോൾ, ഇനിയൊരു വിഭാഗം ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവരുണ്ട്. ഈഗർലി വെയിറ്റിംഗ്. ലൂക്ക് 35:36. Let your lions be girded about. നിങ്ങളുടെ അര കെട്ടിക്കൊണ്ടിരിക്കട്ടെ. മലയാളത്തിലുണ്ടോ? ഇല്ല. നിങ്ങളുടെ അര കെട്ടിയിരിക്കട്ടെ, നിങ്ങളുടെ വിളക്കുകൾ തെളിഞ്ഞുകൊണ്ടിരിക്കട്ടെ, നിങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, യേശു മടങ്ങി. ആ വാക്യം ദയവായി ഞാൻ വായിച്ചിട്ട് ശരിയാകുന്നില്ല. എൻ്റെ നല്ല കാലത്ത് തർജ്ജമ ചെയ്തു, ദയവായിട്ടൊന്ന് വായിക്കാമോ? ലൂക്കോസ് 12:35-36. എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിച്ചോണേ, അര കെട്ടിക്കൊണ്ടിരിക്കട്ടെ. മണവാളൻ വരുമ്പോൾ മണിയറയിൽ പ്രവേശിക്കണമെങ്കിൽ അന്നേരത്തെഴുന്നേറ്റ് അര കെട്ടാൻ ഒക്കത്തില്ല. നിങ്ങളുടെ അര കെട്ടിയിരിക്കട്ടെ. 100 വർഷം അത് കെട്ടിയിരിക്കേണ്ടി വന്നാൽ ഇരിക്കട്ടെ. കാര്യം നമ്മൾ അതുപോലൊരു ഇൻസിഡൻറ്റിനെയാണ് നേരിടാൻ പോകുന്നത്. നിങ്ങളുടെ അര കെട്ടിക്കൊണ്ടിരിക്കട്ടെ. 2, നിങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആലയങ്ങളാ. മോശയോട് ദേവാലയത്തിൻ്റെ മോഡൽ ഉണ്ടാക്കുവാൻ കർത്താവ് അരുളി ചെയ്തപ്പോൾ പറഞ്ഞു, ദേവാലയത്തിനകത്ത്, കൂടാരത്തിനകത്ത് വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ അതിനകത്ത് ഒഴിക്കണം. ആട്ടിയെടുത്ത എലിവെണ്ണ കൊള്ളത്തില്ല. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ, ത്യാഗം സഹിച്ച്, കഷ്ടം സഹിച്ച് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. കലങ്ങിയത് ചേർന്നതല്ല, ഇച്ചിരൊക്കെ ഭൗതികം കൂടെ ചേർത്തെന്ന് പറയാനല്ല, കുറേയൊക്കെ സോഷ്യോളജിയും കൂടെ ചേർത്തെന്ന് പറയാനല്ല, തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ചു കൊടുത്ത് കത്തേണ്ടതായ ഒരു ദീപമാലയത്തിനകത്തുണ്ട്. നിങ്ങളുടെ വിളക്ക് കത്തട്ടെ. നിങ്ങൾ ദേവാലയങ്ങളെ വായിച്ചാട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. കഴിഞ്ഞ 2000 വർഷമായി സഭ കാത്തു നിൽക്കുക. പത്രോസ് വിശ്വസിച്ചു അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ വരുമെന്ന്. പൗലോസ് വിശ്വസിച്ചു അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ വരുമെന്ന്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ആയുസ്സിൽ വരുമെന്ന്. 2000 വർഷമായി. പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. ഒരു ദിവസം യജമാനൻ വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതുവരെ കാത്തിരുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഓട്ടമത്സരത്തോട് ഉപമിച്ച് തിരുവചനത്തിൽ സഭയെ ചിത്രീകരിക്കാറുണ്ട്. ഒരു ഓട്ടമത്സരത്തിൽ 1000 പേരാണ് പങ്കെടുക്കുന്നതെങ്കിൽ 1000 പേരെ ഒരുമിച്ച് നിർത്തി ഓടിക്കുവാൻ കൊള്ളാവുന്ന ഒരു കളം കാണത്തില്ല.
10 ട്രാക്കായിരിക്കും ഉള്ളത്. ആദ്യത്തെ 10 പേരോട് പറയും ട്രാക്കിലേക്ക് ഇറങ്ങി നിൽക്കുക. പത്രോസ് ഇറങ്ങി നിന്നു, പൗലോസ് ഇറങ്ങി നിന്നു, യോഹന്നാൻ ഇറങ്ങി നിന്നു, യേശുവിൻ്റെ അമ്മയായ മറിയ ഇറങ്ങി നിന്നു. ഒരു 10 പേർ ട്രാക്കിൽ ഓടി. അവർ ഓടി തികച്ചു. മാർക്ക് ചെയ്തു 3 മിനിറ്റ് 14.003 സെക്കൻഡ്സ്. ഞാൻ ചുമ്മാ പറഞ്ഞതാ, 003 സെക്കൻഡ്സ് അക്യുറസിയിൽ ഇത്രയും സെക്കൻഡുകൾ കൊണ്ട് അവർ ഓടി തികച്ചു. അവർ തീർന്ന ഉടനെ രണ്ടാമത്തെ ബാച്ചിനോട് കയറുന്നില്ലേ, അതിനകത്ത് നാളുകൾ ഓടി എഴുതി വെച്ചു. ഇത്ര മിനിറ്റ്, ഇത്ര സെക്കൻഡ്, ഇത്ര മില്ലി സെക്കൻഡ് കൊണ്ട്, ഞാൻ മൈക്രോ സെക്കൻഡിൽ പോകുന്നില്ല, ഇത്ര മില്ലി സെക്കൻഡ് കൊണ്ട് ഓട്ടം തികച്ചു. കണക്കെടുത്തുകൊണ്ടിരിക്കുക. എബ്രായ ലേഖനം 11-ാം അധ്യായം പറഞ്ഞു, ഇവരാരും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. ആദ്യത്തെ 5 പേരെ ഇങ്ങോട്ട് വിശദീകരിച്ചു പറഞ്ഞു, ഇവരാരും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല നമ്മെ കൂടാതെ. ഞാൻ പണ്ടൊരിക്കൽ ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു പദത്തെക്കുറിച്ച് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ഞാനും ജനമേയും കൂടെ വീട്ടിനകത്തിരിക്കുമ്പം ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ മെസ്സേജിൻ്റെ ഒരു മിനിറ്റ് കണ്ടു. ഞാൻ അന്ന് കണ്ട മെസ്സേജ് അല്ല. അദ്ദേഹം യേശുവിൻ്റെ കാഹളത്തെക്കുറിച്ച് പറഞ്ഞേ. ഞാൻ പറഞ്ഞല്ലോ, ആരായിരുന്നു? ജോൺ ഹേഗി. ഡോക്ടർ ജോൺ ഹേഗിയുടെ മെസ്സേജിനകത്തായിരുന്നു. എന്നെ ഒരുപാട് ഉത്തേജിപ്പിച്ചൊരു പദമാണ്. ഒറ്റ സെൻറ്റൻസേ ഞാൻ കേട്ടുള്ളൂ. മെസ്സേജ് തീരുമായിരുന്നു, ടി വി കേട്ടതാ. ഒറ്റ സെൻറ്റൻസേ കേട്ടുള്ളൂ. ആൻഡ് ദ ട്രംപറ്റ് ഷാൽ സൗണ്ട്, ദ ചർച്ച് വിൽ ബി ടേക്കൺ അപ്പ്. കാത്തിരിക്കുന്നവർ ഒരു ദിവസം കാഹളം കേൾക്കും. നമ്മൾ ഒരു ഇടുക്കുവാതിലിൻ്റെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കും. പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഒരു പുസ്തകം അതിൻ്റെ നടുവിലുണ്ട്. ഇതിൻ പ്രകാരം നോക്കുക, നിങ്ങൾ 1, 2, 3-ാമത്തെ പോസ്റ്റിൻ്റെ മുകളിൽ ഒരു പുസ്തകം വെച്ചുകൊണ്ട് ഒരു വെള്ളവസ്ത്രധാരി അവിടെ നിൽക്കുന്നത് കാണാം. ഒരു വെള്ളവസ്ത്രധാരി അവിടെ നിൽപ്പുണ്ട്. ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും ഭാഗ്യവാൻ. ഇന്ന് വരെ തൊട്ടിട്ടില്ലാത്ത ഒരു പുതിയ ആഴത്തിലേക്ക് ഞാൻ പോകാം. ഇന്നലെ വരെ തൊട്ടത് മാത്രം തൊടാനായിരുന്നെങ്കിൽ ഏതെങ്കിലും ബൈബിൾ സ്കൂളിൽ പഠിച്ചു വെച്ച് വന്നാൽ മതിയായിരുന്നു. പക്ഷെ കർത്താവ് ദൈവത്തിൻ്റെ സഭയിൽ ചിലരെ അധ്യാപകന്മാരായി അഭിഷേകം ചെയ്തിട്ടുണ്ട്. അഭിഷേക്തരായ അധ്യാപകന്മാർക്ക് അന്നന്നത്തേക്ക് ആവശ്യമുള്ള പുത്തൻ വെളിപ്പാടുകളും നമ്മുടെ കർത്താവ് കൊടുക്കാറുണ്ട്. അകത്ത് പ്രവേശിക്കുന്നവർ കല്യാണ സദ്യയ്ക്ക് വേണ്ടി കയറിയിരിക്കും. നേരമാകുമ്പോൾ തൻ്റെ കല്യാണ യജമാനൻ വന്നു എന്ന് പറയുന്ന മണവാളൻ വന്നു എന്ന് പറയുന്ന ഒരാർപ്പ് വിളി ഉണ്ടാകുമ്പോൾ ക്ഷണിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. തിരഞ്ഞെടുക്കപ്പെട്ടവർ കല്യാണത്തിന് പ്രവേശിക്കുമെന്ന് നമ്മൾ കണ്ടു. അന്ന് വെള്ളവസ്ത്രധാരികൾ അവിടെ കാണണം, അല്ലെങ്കിൽ കല്യാണ വസ്ത്രം ധരിച്ചവർ അവിടെ കാണണമെന്ന് പറഞ്ഞ് ഇന്ന് തൊടാനൊക്കത്തില്ല. ആ ദിവസങ്ങളിൽ ഒന്നിൽ കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. റാപ്ചറിൽ എടുക്കപ്പെടുവാൻ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ഒത്തിരി കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഉണ്ട്. റാപ്ചർ എന്നൊരു പദം ബൈബിളിലില്ല. അങ്ങനെ ബൈബിളിലില്ലാത്ത പല പദങ്ങളും ഉണ്ട്. അതിൻ്റെ അർത്ഥം കാര്യമില്ലെന്നല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാലറി എന്നൊരു വാക്ക് ബൈബിളിലില്ല. അതുകൊണ്ട് സാലറി ഇല്ലെന്നാരും തെറ്റിദ്ധരിക്കരുതേ. ഉണ്ട്, അത് ബൈബിളിൽ എഴുതിയിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. റാപ്ചർ ഇല്ലെന്നാരും തെറ്റിദ്ധരിക്കരുതേ. ഉണ്ട്, അത് ബൈബിളിൽ എഴുതിയിട്ടില്ല, ആശയം എഴുതിയിട്ടുണ്ട്. സാലറി എന്നതിന് പകരം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് വേജസ് എന്ന വാക്കാണ്. ഇതുപോലെ തന്നെ യേശുവിൻ്റെ വരവിന് ഞാൻ ഉദ്ദേശിക്കുന്ന ടെക്നിക്കൽ ലാംഗ്വേജിൽ ഇന്നതിനെ വിളിക്കുന്നത് റാപ്ചർ എന്നാൽ അങ്ങനെ ആയിരിക്കത്തില്ല. മറ്റു പദങ്ങളാണ് ഉപയോഗിച്ചത്. ആശയം തിരുവചനത്തിലുണ്ട്. നാം ബീമ എന്നൊരു കോടതിയിലേക്ക് പ്രവേശിക്കും. അപ്പുറത്തോട്ട് കടന്നു കിട്ടിയാൽ ആദ്യം നാം നടക്കുന്നത് ബീമ എന്ന കോടതിയിലാണ്. ഭീമ എന്ന കോടതിയിലേക്ക് വരുന്നത് അത് യേശുക്രിസ്തുവിൻ്റെ കോടതി എന്നാണ് അതിനെ വിളിക്കുന്നത്. പ്രോപ്പർ അടിസ്ഥാനമില്ലാത്ത സകലതും അന്ന് നശിച്ചു പോകും. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ, ഈ ഭാഗം ഞാൻ വിശദീകരിക്കത്തില്ല ഇന്ന്. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആരാലും കഴിയുകയില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്ന് യേശു അഭിഷിക്തരായ തൻ്റെ ദാസന്മാരോട് കൽപ്പിച്ചെങ്കിൽ ആ അടിസ്ഥാനത്തിൻ്റെ വെളിയിൽ പണിത ഒരു പണിയും അംഗീകരിക്കപ്പെടുകയില്ല. അടിസ്ഥാനമില്ലാത്ത പണികൾ വീണുപോകും. അടിസ്ഥാന കല്ലുകളായി ദൈവവചനത്തിൽ പലതിനെയും കാണാം. ഞാനിവിടെ വിശദീകരിക്കുന്നില്ല.
യോഹന്നാൻ്റെ സുവിശേഷം 14:6 ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഒന്നാമത്തെ, ഇത് ഞാൻ വരച്ചതല്ല, എന്നെക്കാൾ അറിയാവുന്ന കലാകാരന്മാർ ആരോ വരച്ചു വെച്ചത് നമ്മളിന്ന് പ്രയോജനപ്പെടുത്തുകയാണ്. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ജഡത്തിൽ നിന്നല്ല ജനിച്ചത്, ദൈവത്തിൻ്റെ വചനത്താൽ ജനിച്ചതാണ്. അവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റവരാ. അവർ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാ. ഈ അടിസ്ഥാന പ്രമാണങ്ങൾ ഓരോ കല്ലുകളാണ് ദൈവസഭയുടെ അടിസ്ഥാനങ്ങൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒന്ന് പറഞ്ഞായിരുന്നു, കർത്താവ് അനുവദിക്കുന്നെങ്കിൽ വരുന്ന ശനിയാഴ്ച, അതുവരെ യേശുവിൻ്റെ വരവ് താമസിച്ചാൽ സഭ എടുക്കപ്പെടുന്നില്ലെങ്കിൽ, ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ശനിയാഴ്ച ഉച്ചയ്ക്ക് അപ്രോക്സിമേറ്റ്ലി 2:30-3 മണിക്ക്, ശനിയാഴ്ച രാവിലെ ആരാ പ്രസംഗിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നത് മിക്കവാറും വിജി അഞ്ചലായിരിക്കണം പ്രസംഗിക്കുന്നത്. അങ്ങനെയാണ് രണ്ടുപേരും എങ്കിലും പോകും. വിജി അഞ്ചലാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഗ്യാപ്പ്, 15 മിനിറ്റ് ഗ്യാപ്പിന് ശേഷം പവർ പോയിന്റിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് വേർപാടിനെ കുറിച്ചുള്ള തിരുവചന പഠനങ്ങൾ ഒരു പ്രാവശ്യം കൂടി എടുക്കുക. എം.എ. വർഗീസ് അലസനായി പോയതുകൊണ്ട് സഭയിൽ നിന്നൊരാൾ നഷ്ടപ്പെട്ടെന്ന് വരല്ലേ. അത് വരാതിരിക്കുവാൻ വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന, അല്ല ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന പരമാവധി ഞാൻ താല്പര്യപ്പെടുന്നു. വേർപാടിനെ കുറിച്ചുണ്ട്. ഓൺലൈനിലുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങ് തീരുമാനിക്കും. എല്ലാവരും ഇനി പോരാൻ ശ്രമിച്ചു. കഴിയുന്നവർ ഓഫ്ലൈനിലാക്കാൻ ശ്രമിക്കുക. ഓൺലൈനിലുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് പേരുടെ പണി വെന്തുപോകും. ചിലർ ഇവരെ ഒന്നാം കടന്നവരാ, ജീവപുസ്തകത്തിൽ പേരുള്ളതിനാൽ 1-ാം പടി കടന്ന് കഴിഞ്ഞവരാ. അവിടുന്ന് ഇങ്ങോട്ടാണ് പ്രവേശിക്കുന്നതെങ്കിൽ ഈ ഭാഗം കഴിഞ്ഞവരാ ഇതിലോട്ട് കയറി കഴിയും. ഇവിടെ വരുമ്പോഴാണ് പണി ശോധന ചെയ്യുന്നത്. യേശുക്രിസ്തു വന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതവനെ മാത്രമേ അകത്തോട്ട് കയറ്റത്തുള്ളൂ. കയറിക്കഴിയുമ്പോൾ വേണ്ട പണി ശോധന ചെയ്യും. ഒരുത്തൻ്റെ പണി പൊന്ന്, പിന്നൊരുത്തൻ്റെ ഇത് വെള്ളി, ഒരുത്തൻ്റെ ഇത് വിലയേറിയ കല്ല്. ഒരു തീ ഇവിടെ ഉണ്ട്, ഒരു തീജ്വാലയിലൂടെ ഇത് കടക്കും. ഈ സ്റ്റേജിൻ്റെ 2nd ലെവൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ 2nd ലെവൽ ഒരു തീ കത്തുക എന്നിരിക്കട്ടെ. അവിടെ നിന്ന് വരുന്നവർ 1st ലെവലിൽ വന്നു. ജീവപുസ്തകത്തിൽ പേരുണ്ട്. ആ പേര് കണ്ടു. യേശുക്രിസ്തു വന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേലാണ് അവനെ കയറ്റിവിട്ടു. കയറുന്നത് ഒരു തീയില. നിങ്ങളെ ദഹിപ്പിക്കുന്ന തീയല്ല, പ്രവൃത്തിയെ ദഹിപ്പിക്കുന്ന തീയ. ഒരുവൻ്റെ പണി പൊന്നാണെങ്കിൽ തീയിൽ കത്തത്തില്ല. വേറൊരുത്തൻ്റെ വിലയേറിയ കല്ലാണെങ്കിൽ തീയിൽ കത്തത്തില്ല. ഒരുത്തൻ്റെ പണി മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ടാണെങ്കിൽ പണി വലുതായിരിക്കുമെങ്കിലും കത്തിപ്പോകും. സുവിശേഷം വ്യക്തമായി പ്രസംഗിക്കാതെ, വേർപാട് വ്യക്തമായി അറിയിക്കാതെ, അതൊന്നും ആചരിക്കാതെ, വലിയ കച്ചിത്തുറു പോലെ ഞങ്ങൾ ആരാധിക്കുന്നു, ഉച്ചത്തിൽ ബഹളം വെക്കുന്നു എന്ന് പറഞ്ഞു വരുന്ന മുഴുവനും ഇവിടെ കത്തും. ആ പണി മുഴുവനും ദഹിക്കും. അവൻ തന്നെത്താൻ രക്ഷിക്കും, തൻ്റെ ജീവൻ രക്ഷിക്കപ്പെടുമെങ്കിലും തൻ തീയിൽ കൂടെ രക്ഷപ്പെട്ടവനെ പോലെ ആയിരിക്കും. ഉടുവസ്ത്രം പോലും കാണത്തില്ല. കർത്താവായ യേശുക്രിസ്തു, ഞാൻ ഇവിടുന്ന് ചതുക്കെ പയ്യെ മാറുക, ചില മിനിറ്റുകളോട് എടുക്കും, ഒരല്പം മാറുക. കർത്താവായ യേശുക്രിസ്തു, മോനെ ഇതിനകത്ത് ഒരൊറ്റ സ്ലൈഡ് മിസ്സാകരുത്, കാര്യം അതുപോലെ ഇമ്പോർട്ടൻ്റാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14:2 യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഏതാണ് ഈ ഭവനം? ഞാൻ ഭവനം പണിയാൻ പോകുന്നല്ല പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകാം. അപ്പം എന്ന് പണിതു? ഏതാണ് ഈ ഭവനം? ലൂസിഫർ പണ്ട് സ്വർഗത്തിലുണ്ടായിരുന്ന കാലം, ഒരു കൂട്ടം ദൂതഗണങ്ങളെ പണ്ട് സ്വർഗത്തിൽ പാർപ്പിച്ചിരുന്ന കാലം, അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടേച്ചാണ് ആ സ്ഥലം കാലിയിട്ടിരിക്കുന്നത്. എൻ്റെ യേശു അങ്ങോട്ട് പോകാം. അതിനകത്ത് ഒരു സ്റ്റാൻഡേർഡ് അല്ല, മറക്കല്ല്. ഞാനിന്ന് പല കാര്യങ്ങൾ ദൈവവചനത്തോട് ചേർന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുകയാണ്. പറഞ്ഞല്ലോ, എനിക്ക് മെസ്സേജ് കിട്ടിയത് ഇന്ന് രാവിലെയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. കാര്യം തരാതിരിക്കാൻ പിശാചും അതുപോലെ ശ്രമിച്ചു. ഇന്നലെ എൻ്റെ ശരീരം ഹെവിലി ടയേർഡ്. ഞാൻ ഉറങ്ങി എന്നല്ല പറഞ്ഞത്. ഏതാണ്ട് 1 മണി വരെ ഞാൻ ബൈബിൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു.
1 മണി വരെ. പക്ഷെ ദൈവത്തിങ്കിൽ നിന്ന് കിട്ടാതെ ഞാൻ എന്തു ചെയ്യും? അതിന്ന് വെളുപ്പിനെയാണ് കിട്ടിയത്. ആ 1 മണി കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ കിടന്നത്. ഇന്ന് രാവിലെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇനിയും അടുത്ത പ്രാവശ്യം ഞാൻ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ഇത് വരും, ഇച്ചിരി കൂടെ നന്നായിട്ട് എടുക്കാൻ വെക്കും. കുഞ്ഞുങ്ങളാരെങ്കിലും എന്നെ സഹായിച്ചാൽ പവർ പോയിൻ്റൊക്കെ നമുക്ക് ഒത്തിരി പവർഫുൾ ആക്കാം, കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് പോകാനായിട്ട് കഴിയും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ചിലത് കൂടിയതും ചിലത് കുറഞ്ഞതുമാണ്, ചിലത് മഹത്വമേറിയതും ചില മഹത്വഹീനവുമാ. ദാനിയേലേ, നിന്റെ ജനം പുസ്തകത്തിൽ പേരെഴുതി കാണിക്കുന്ന ഏവനും എഴുന്നേക്കുമെടാ, 1ാമത്തെ ഗേറ്റ് കടക്കും. ഈ അഗ്നിക്കകത്തൂടെ വരുമ്പോൾ ചിലർ നിത്യലജ്ജയ്ക്ക് വരും, ചിലർ നിത്യ അനിന്ദയ്ക്ക് വരും, ചിലർ നിത്യ മഹത്വത്തിന് വരും. ഇങ്ങോട്ട് കയറി വരുമ്പോൾ ദാനിയേലിനോട് പറഞ്ഞതാ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, എങ്ങനെയെങ്കിലും സ്വർഗത്തിലൊന്ന് കയറിക്കിട്ടാമെന്ന് കരുതരുത്. ഇതിനോട് ചേർന്ന് സീക്രട്സ് ഓഫ് ഹീനോക്ക്, ഹാനോക്കിൻ്റെ പുസ്തകം തൊടാൻ പോകാം. ഹാനോക്കിൻ്റെ പുസ്തകം വേദപുസ്തകത്തിലെ അംഗീകൃത പുസ്തകമല്ല. വേദപുസ്തകത്തിലെ അംഗീകൃത പുസ്തകത്തിൽ നിന്നല്ലല്ലോ 3-ാം ലോക മഹായുദ്ധം എന്ന പദം ഉപയോഗിച്ചത്. അത് ചരിത്രത്തിൽ നിന്നാ, അല്ല ഇന്നത്തെ സംഭവങ്ങളിൽ നിന്നാ. ഇതുപോലെ വേദപുസ്തകത്തെ എതിർക്കാത്ത, വേദപുസ്തകത്തോട് അനുകൂലമായി നിൽക്കുന്ന ഒരുപാട് ചരിത്ര പുസ്തകങ്ങളുണ്ട്. എനിക്ക് 79 വയസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞു, വേദപുസ്തകത്തിൽ ഇല്ലല്ലോ. ഇതിനകത്തിരിക്കുന്ന നിങ്ങളിൽ പലരോടും 80 ആയോ എന്ന് ചോദിക്കാറുണ്ട്. എന്തിനാ? ഒന്ന് മാനിക്കാൻ വേണ്ടി. പ്രത്യേകിച്ചും സീനിയർ സിറ്റിസൻസിൻ്റെ ഫോറത്തിൽ വരുമ്പോൾ ചോദിക്കും, 80 ആയോ? നിങ്ങൾക്കാർക്കും 80 ആയെന്നോ 85 ആയെന്നോ ബൈബിളിലില്ല. പക്ഷേ യാഥാർത്ഥ്യങ്ങളാണ്. 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ബൈബിളിലില്ല, പക്ഷെ അതൊരു സത്യമാണ്. ഇതുപോലുള്ള അനേക സത്യങ്ങൾ ചരിത്രത്തിലുണ്ട്. അവിടുന്ന് എടുക്കുന്ന ഒന്നാണ് ഹാനോക്കിൻ്റെ പുസ്തകം. ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ സ്വർഗത്തെ 10ആയി തരംതിരിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആട്ടെ, വേദപുസ്തകം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ 2-ാം ദിവസത്തെ സൃഷ്ടിയായ ആകാശത്തെക്കുറിച്ച് അത് നല്ലതെന്ന് കണ്ടില്ല എന്നൊരു പദം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട്. ഹാനോക്കിൻ്റെ ആശയത്തിൽ സ്വർഗത്തെ 10ആയി തരംതിരിക്കും. ഈ പദം, ഇതിൻ്റെ മേളിലത്തെ ഭാഗം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ നിന്ന് എനിക്ക് അറിയാൻ വയ്യായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് കിട്ടിയത്. ഇത് ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ നിന്നാണെന്ന്. ആർട്ടിസ്റ്റ് വരച്ചതാ, ഹാനോക്ക് വരച്ചതല്ല, ആർട്ടിസ്റ്റ് വരച്ചതാ. കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ അനേക സർക്കിളുകളുണ്ട്. പല വിശുദ്ധന്മാർക്ക് ഇത് ദർശനത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഞാനത് 100% വിശ്വസിക്കുന്നു. സഭ അത് അംഗീകരിക്കുന്നു. ബഥേലല്ല, ദൈവസഭ അത് അംഗീകരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൻ്റെ വട്ടത്തിൽ 1-ാമത്തെ സർക്കിൾ, 2-ാമത്തെ സർക്കിൾ, 3-ാമത്തെ സർക്കിൾ. ഇത് സ്വർഗ ഉന്നതങ്ങളിൽ ഉള്ളതാ. ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. വെളിപ്പാട് പുസ്തകം 1-6 2-ാം സ്വർഗത്തെക്കുറിച്ചുള്ള ലേഖനമാണ് എന്ന ഉൽപ്പത്തി പുസ്തകം 1-6 2-ാം സ്വർഗത്തെക്കുറിച്ചുള്ള സൂചനയാണ് ആകാശമണ്ഡലം എന്ന് കൊടുത്തിരിക്കുന്നതെന്ന് ഹാനോക്ക് വിശദീകരിക്കുന്നു. ഇതുവരെ ഞാനിത് കേട്ടിട്ടില്ല. എനിക്കറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ലോകത്തിലുണ്ട്. ആറ്റം ബോംബിൻ്റെ കോമ്പസിഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? നിങ്ങൾക്ക് ആറ്റം ബോംബിൻ്റെ കോമ്പസിഷൻ അറിയാൻ വയ്യ എന്നുള്ളത് കൊണ്ട് ആറ്റം ബോംബ് ഇല്ലെന്നാരും പറയല്ലേ. അതറിയാവുന്നവൻ അറിയാം, ദൈവവചനം അറിയാവുന്നവൻ അറിയാം, ചരിത്രങ്ങൾ അറിയാവുന്നവൻ അറിയാം. 2-ാം സ്വർഗമെന്നറിയപ്പെടുന്നത് ഈ ആകാശത്തെക്കുറിച്ചാണെന്നും അവിടെ അനേക ശക്തികളുണ്ടെന്നും. നരകമല്ലത്, നരകമല്ല. നരകത്തെക്കുറിച്ച് ബൈബിൾ പഠിക്കുന്നത് ഭൂമിക്ക് താഴോട്ടെന്നാണ്, മേളിലോട്ടെന്നുള്ളത് സ്വർഗത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ആ ഫണ്ടമെൻ്റൽ സ്റ്റഡി ബൈബിളിലുണ്ട്. 2ആയി തിരിച്ചു. ഇതിൻ്റെ മുകളിലോട്ട് കയറിയാൽ ആദ്യത്തെ ഭാഗത്തെ ആകാശമണ്ഡലം എന്ന് വിളിക്കും. അതിനെയാണ് ഹാനോക്ക് 2-ാം സ്വർഗം എന്ന് വിളിക്കുന്നത്. 1-ാം സ്വർഗം അതിനും താഴെയുള്ള ഒരു ഭാഗമാണ്. 2-ാം സ്വർഗമെന്ന് അദ്ദേഹം വിളിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തണ്ടി താഴെ കുറേ പേരെ കാണാം. 3 സർക്കിളുകൾ അദ്ദേഹം കാണിച്ചു യേശുവിനോടൊപ്പം. അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഇതാണ് 2-ാം സ്വർഗം എന്ന് അദ്ദേഹം വാദിക്കുന്നു. ആ 2-ാം സ്വർഗത്തിൻ്റെ സ്ഥിതി, തീയിലൂടെ കടന്നു വരുമ്പോൾ പണി വെന്തുപോയവൻ. ഒന്ന് ഗൗരവമായി ശ്രദ്ധിച്ചോണേ. എന്നെ ദുരുപദേഷ്ടാവെന്ന് വിളിക്കുക എന്ത് മണ്ണം കെട്ടേം വിളി. പക്ഷെ ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളിലൊരാൾ യാതനാസ്ഥലത്ത് ചെല്ലാതിരിക്കുവാൻ, എൻ്റെ ദൈവത്തിൻ്റെ പാദത്തിൽ എത്തേണ്ടവർ എത്താതിരിക്കുവാൻ കഴിയാതെ വണ്ണം സംഗതി വരാതിരിക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചത് ദൈവനാമത്തിൽ വ്യാപാരം ചെയ്യാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്.
കണ്ണു കാണാവുന്ന സഹോദരി സഹോദരന്മാരെ, എഴുതാൻ കഴിയുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ദൈവം ഏൽപ്പിക്കുന്ന തക്ക സമയത്ത് എഴുതി വെക്ക്. പണ്ടിതെൻ്റെ കയ്യിൽ കിട്ടിയെങ്കിൽ ഇന്നത്തേതിനല്ലായിരുന്നു മനോഹരമായി ഞാനിത് ചിത്രീകരിച്ചേനെ. ഇന്ന് ഇതെൻ്റെ കിട്ടിയത്, അതുകൊണ്ടാണ് ഇത് എഴുതി ചിത്രീകരിക്കാൻ കഴിയാതെയായത്. രണ്ടാം സ്വർഗത്തിൻ്റെ പ്രത്യേകത, ഈ തീയിലൂടെ കയറി വരുമ്പോൾ ഒരുത്തൻ, വേദപുസ്തകം പറയുന്നത്, ഒരുത്തൻ്റെ പണി വെന്തുപോയെങ്കിൽ താൻ രക്ഷപ്പെടും, പണി പോയി. അടുത്തൊരു പദമുണ്ട്, തീയിലൂടെ രക്ഷപ്പെട്ടവൻ. ഞാൻ നീണ്ട വർഷങ്ങളായി പറയാറുണ്ട്, അവൻ ഊടുവസ്ത്രം പോലും കാണത്തില്ല. ഹാനോക്കിനോട് ചോദിര്, രണ്ടാം സ്വർഗത്തിൽ കിടക്കുന്ന പുള്ളികൾ. ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരുപാട് പേര് കാണുന്നത്. ഞാൻ ആദ്യമാണ് കാണുന്നത്. ഒരുപാട് പേര് ഇതാദ്യമായിരിക്കും കാണുന്നത്. ഹാനോക്കിനോട് ചോദിര്. അതിൻ്റെ ലാസ്റ്റ് പിക്ചറിൽ എഴുതിയിട്ടുണ്ട് 10 heavens explained in the book of Enoch. ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ സ്വർഗത്തെ 10 ഭാഗങ്ങളായി ചിത്രീകരിച്ച് കാണിച്ചിരിക്കുക. അതിലെ രണ്ടാം സ്വർഗത്തിൽ ആദ്യം കിടക്കുന്ന പുള്ളി തീയിലൂടെ രക്ഷപ്പെട്ടവനാ, ഉടുതുണി പോലുമില്ല. നാം നമ്മുടെ അങ്കി അലക്കുവാൻ കർത്താവിടയാക്കി. കല്യാണ വസ്ത്രം ധരിക്കാത്തവർ ഉണ്ട്. മുമ്പേ നമ്മൾ വായിച്ചു വന്ന കൂട്ടത്തിൽ മത്തായിയുടെ സുവിശേഷം 22 കല്യാണ വസ്ത്രം ധരിക്കാത്തവൻ, അവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളക എന്ന് പറഞ്ഞപ്പോൾ, സത്യമായി കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ വിചാരിച്ചിരുന്നത് നരകത്തിലിടുക എന്ന. അപ്പോൾ സ്വർഗത്തിൽ പോയ ചൊരുത്തനെ നരകത്തിലാക്കുമോ? ഈ ആശയം മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എൻ്റെ അകത്തെ ചോദ്യമായിരുന്നു, സ്വർഗത്തിൽ പോയ ശേഷം അവിടുന്ന് ഒരുത്തനെ നരകത്തിലാക്കുമോ? ഞാൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി. യേശു പറയുന്ന മറുപടി, ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല. സ്വർഗത്തിൽ പോയ ശേഷം ഏറ്റവും പുറത്തുള്ള ഇരുട്ടെന്ന് പറയുന്നത് നരകമാണെങ്കിൽ അവിടേക്കാക്കുമോ? ഹാനോക്ക് പറയുന്നത് നോ, ഏറ്റവും പുറത്തുള്ള ഇരുട്ടെന്ന് പറയുന്നത് രണ്ടാം സ്വർഗമാണ്. ഇവനെ അങ്ങോട്ടാക്ക്. വേറൊരു ചിത്രം ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടിയില്ല. ഐ എം റിയലി സോറി. ആർക്കെങ്കിലും കിട്ടുക എന്നേ കുഞ്ഞുങ്ങളെ എനിക്കെടുത്തൊന്ന് അയച്ചു തരണേ. രണ്ടാം സ്വർഗത്തിൽ ഒത്തിരി പേരെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതായി, കാലിൽ ചങ്ങലയിട്ട് ആമത്തിലിട്ടിരിക്കുന്നതായി ഒക്കെ ചിത്രീകരിക്കുന്ന ചിത്രീകരണങ്ങളുണ്ട്. ഹാനോക്ക് 300 വർഷം ദൈവത്തോടുകൂടെ നടന്ന ആദാം മുതൽ ഏഴാമനെന്ന് വേദപുസ്തകം അദ്ദേഹത്തെ പൊക്കി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പലതും ആരംഭകാല ക്രിസ്ത്യാനികൾക്ക് അറിയാമായിരുന്നു. യൂദാപ്പസ്തോലൻ അതിനകത്തൊന്നാ കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ 3 ചിത്രങ്ങൾ ഹാനോക്കിൽ നിന്ന് എടുത്തതാ. ഇത് 2 കൂടെ. ദ ഡിഫറെൻറ്റ് പ്ലേസസ് ഇൻ ഹെവൻ, ദെൻ ഓൺലി ഹെൽ. ഈ 3 കൊള്ളുകയില്ലാത്തവനെ മാത്രമേ നരകത്തിലേക്ക് മാറ്റത്തുള്ളൂ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്ന എഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളും. ജീവപുസ്തകത്തിൽ പേരെഴുതി കണ്ടവൻ ആദ്യമേ ഒരു തീക്കകത്തൂടെ കടക്കുന്നത്. ആ തീക്കകത്ത് അവനവൻ്റെ പ്രവൃത്തി ശോധന ചെയ്യും. എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി ശോധന ചെയ്യുന്നൊരു ദിവസമുണ്ട്. ഇതിനകത്തൊന്ന് ചിലത് മണവാട്ടിയായി തെളിഞ്ഞു വരും. ഇതിനകത്തൊന്ന് ചിലത് ശ്രേഷ്ഠന്മാരായി തെളിഞ്ഞു വരും. ഇത് മറച്ചു വെക്കാതിരിക്കുവാൻ ഈ ശനിയാഴ്ച ദൈവം അനുവദിച്ചാൽ, കർത്താവ് അവസരം തന്നാൽ, ഇവിടെ വെച്ച് പവർ പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട് വേർപാടിനെ കുറിച്ച് സംസാരിക്കും. എൻ്റെ ഫാസ്റ്റിംഗ് ഒന്ന് കഴിഞ്ഞാൽ നന്നായി ഭക്ഷിപ്പാൻ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ വയറ് നിറച്ച് കഴിക്കാൻ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ആഹാരത്തിന് മുട്ടുവരത്തില്ല. എൻ്റെ ആവശ്യത്തിന് വസ്ത്രം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് വസ്ത്രത്തിന് പഞ്ഞം വരത്തില്ല. പിന്നെ എന്തിനാ ഞാൻ ഈ തലയിട്ടടിക്കുന്നത്? എന്തിനാ ഞാൻ ഈ ശല്യം ഉണ്ടാക്കുന്നത്? എങ്ങനെയും ഒരുവനെ നിത്യതയിൽ മഹത്വത്തിലെത്തിക്കാൻ വേണ്ടിയാണ്. അത് എൻ്റെ സഭയ്ക്ക് ലഭിക്കണം, എൻ്റെ ലിസണേഴ്സിന് അത് ലഭിക്കണം. ഈ 2 ചിത്രങ്ങൾ എല്ലാം ആകാശമണ്ഡലത്തെക്കുറിച്ച്, അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളെക്കുറിച്ച് ഹാനോക്ക് ഇട്ടിരിക്കുക. എന്നാൽ വസ്ത്രത്തിൽ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നവരുണ്ടല്ലോ, തമ്പുരാനവരെ വിളിച്ച് റിവാർഡ്സ് ആൻഡ് ക്രൗൺസ്. നല്ല ദാസനെ, നിനക്കിരിക്കട്ടെ കിരീടം. തേണ്ടി ഇപ്പുറത്ത് ഇട്ടിട്ടുണ്ട്. രണ്ടാം സ്വർഗത്തിൽ ഇട്ടിട്ടുണ്ട് കുറേ എണ്ണത്തെ. നമ്മൾ അവിടെ കിടക്കരുതേ, രണ്ടാം സ്വർഗത്തിൽ നമ്മൾ കിടക്കരുതേ. നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറണേ. തേണ്ടേ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. വ്യത്യസ്ത മെഡലുകൾ ഇത് പണ്ടൊരിക്കൽ ഞാൻ കാണിച്ചതാ. അവനവൻ്റെ പ്രവൃത്തികൾക്കൊത്തവണ്ണം, അവനവൻ്റെ മാന്യതയ്ക്കൊത്തവണ്ണം, അവനവൻ്റെ സ്ഥാനത്തിനൊത്തവണ്ണം പ്രത്യേക അവാർഡുകൾ, പ്രത്യേക മെഡലുകൾ, പ്രത്യേക കിരീടങ്ങൾ ഒക്കെയും കൊടുക്കുന്നതായ ഒരു ദിവസമുണ്ട്. ഒരുവൻ്റെ പ്രവൃത്തി കത്തിപ്പോയാൽ അവന് നഷ്ടം സംഭവിക്കും.
ഈ തീയിൽ ശോധന ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തി നഷ്ടപ്പെടാതിരിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. രണ്ട് പ്രവൃത്തികൾ നഷ്ടപ്പെട്ടാൽ ഈ ബിക്കം ഷെയിംഫുൾ. ഇത് ഒരുപാട് രീതിയിലുണ്ട്. ഒരു പ്രവൃത്തിയുമില്ലാത്തവനുണ്ട്, അവൻ നഗ്നനാകും. കുറച്ചൊക്കെ പ്രവൃത്തികളുള്ളവനുണ്ട്. ഇന്ന് ദൈവമക്കളെ നഗ്നരായി വഴിയിട്ട് വലിക്കുന്ന സംഭവങ്ങൾ പലതുണ്ട്. വഴിയിട്ട് വലിക്കുന്ന സംഭവങ്ങൾ പലതുണ്ട്. ഇന്നിവിടെ നിന്നരാണെങ്കിലും അന്ന് കർത്താവിനോടുകൂടെ മാന്യതനാകുവാൻ. ഇന്നത്തെ സംഭവം ഒരു ദിവസം കൊണ്ട് തീരും, ഒരാഴ്ച കൊണ്ട് തീരും. അന്നത്തെ സംഭവം യുഗങ്ങൾ ഒരുമിച്ച് കണക്ക് കൂട്ടിയാൽ ഒക്കാത്ത നിത്യതയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഒത്തിരിയൊക്കെ നഷ്ടപ്പെട്ടവന് ഹി വിൽ ബി ഷെയിംഫുൾ. ഹി വിൽ ബി ഇൻ എ ഷെയിംഫുൾ പ്ലേസ് ഓഫ് സോൾസ് ഹൂ ബിലീവ് ഇൻ ജീസസ് ആസ് ദെയർ സേവിയർ. അവർ യേശുവിനെ രക്ഷിതാവെന്ന് വിശ്വസിച്ചവരാ, പക്ഷെ പ്രവൃത്തികൾ കാഴ്ചവെക്കാനില്ല. There are still better mansions. ഇവര് മാൻഷൻസ് ഒന്നുമില്ല, രണ്ടാം സ്വർഗത്തിൽ കിടക്കുന്നവരാ. They have no mansions. But then to the higher ups, എനിക്കിപ്പോൾ വേർതിരിച്ച് പറയാൻ എല്ലാം അറിയാൻ വയ്യ. But there are better mansions. And മണവാട്ടിക്ക് വേണ്ടി ഏറ്റവും ഗ്ലോറിയസ് മാൻഷൻസ് എൻ്റെ കർത്താവ് ഒരുക്കും. നമുക്ക് സ്വർഗത്തിൽ പോകണമെന്നുള്ള ചിന്ത വിടാം. ഞാൻ നീണ്ട വർഷങ്ങളായി ഈ ദിവസങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്, ഈ വർഷങ്ങളിൽ പറയുന്നുണ്ട്, നിന്റെ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന് ആ വലിയവന് ചോദിക്കാനുള്ളത്. അത് നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന്. എൻ്റെ അച്ചാച്ച, സ്വർഗത്തിൽ പോകുന്നതല്ല, എനിക്കതിൻ്റെ അപ്പുറത്തേതാ ചിന്ത. സ്വർഗത്തിൽ പോകല്ല, എനിക്കതിൻ്റെ അപ്പുറത്തേതാ ചിന്ത. എങ്ങനെയെങ്കിലും 4 ക്ലാസ് പഠിക്കണമെടാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ച് 1-ാം ക്ലാസ്സിലോട്ട് വിട്ടത്. എങ്ങനെയും 4 ക്ലാസ് പഠിക്കണമെടാന്ന്. 4-ാം ക്ലാസ് പാസ്സായതോടെ ഞാൻ അമ്മയോട് പറഞ്ഞു, പരിപാടി നിർത്തി, ഇനി ഞാൻ സ്കൂളിൽ പോകത്തില്ല, എനിക്കിഷ്ടമല്ല. പക്ഷെ എൻ്റെ അപ്പൻ പറഞ്ഞു, നോ, ഒക്കുന്നിടത്തോളം പഠിപ്പിക്കാം. 7-ാം ക്ലാസ് വരെ അത് വന്നുള്ളൂ. ഒക്കുന്നിടത്തോളം പഠിപ്പിക്കാം. എങ്ങനെങ്കിലും സ്കൂളിൽ ചേർത്ത് അക്ഷരമാല പഠിപ്പിച്ചെടുക്കാനല്ല, അല്പം കൂടെ ഉയരത്തിലേക്ക് പോകുവാൻ, അല്പം കൂടെ മുകളിലേക്ക് പോകുവാൻ. എൻ്റെ സഭയെക്കുറിച്ച് എനിക്ക് താല്പര്യമുണ്ട്, എൻ്റെ കേൾവിക്കാരെക്കുറിച്ച് എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ബേഥേലിൻ്റെ മാത്രം പാസ്റ്ററല്ല, ഞാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദാസന്മാരെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസനാ. അതുകൊണ്ട് ഈ പട്ടണത്തിലും എൻ്റെ കേൾവിക്കാർക്ക് ലോകവ്യാപകമായി എന്നെ കേൾക്കുന്നവർക്കും വേണ്ടി ശുശ്രൂഷിക്കുവാൻ കർത്താവ് അനുവദിച്ച പദവിക്കായി സ്തോത്രം. യെറ്റ് ഗ്ലോറിയസ് മാൻഷൻസ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇതിൽ മെച്ചമായി ഇതിലേക്ക് പോകുവാൻ, ശ്രേഷ്ഠമായി ഇതിലേക്ക് പോകുവാൻ നമുക്കൊന്ന് ഏൽപ്പിക്കപ്പെടാം. പൗലോസ് പറഞ്ഞു, ഞാൻ മൃഗയുദ്ധം ചെയ്താൽ സാരമില്ല, ഞാൻ പട്ടിണി കിടന്നാൽ സാരമില്ല, ഞാൻ എന്തൊക്കെ ത്യാഗം സഹിച്ചാലും സാരമില്ല, എങ്ങനെയും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണം. ഉയർത്തെഴുന്നേൽപ്പ് പലതരമുണ്ട്, അതിലൊരു നല്ല ഉയർത്തെഴുന്നേൽപ്പ്. എൻ്റെ ദൈവമേ, ഇവർക്കിത് പറ്റിപ്പോയല്ലോ, ഈ താണ ഉയർപ്പിന് വേണ്ടി അവർ പോയല്ലോ. അതിനേക്കാൾ ഉന്നതന്മാരുണ്ട്. സ്റ്റിൽ ബെറ്റർ പ്ലേസസ്. ഞാൻ ആദ്യമേ സ്ഥലം കാണിച്ചു, ഞാൻ വ്യക്തികളെ കൂടെ. ഇതൊന്നും ആരും സ്വർഗത്തിൽ പോയവരുടെ ഒന്നും പടമല്ല, ഫോട്ടോ അല്ല. ഇതൊക്കെ ആരോ കലാകാരന്മാർ, എന്നേക്കാൾ കഴിവുള്ളവർ, പക്ഷെ ആത്മഭാരമുള്ളവർ, വരച്ചതോ വരപ്പിച്ചതോ ആത്മഭാരമുള്ള എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാനും ധ്യാനിക്കാനും ഇതിനകത്ത് ഒരു മണവാട്ടിയെ കാണാം. ഞാൻ ആരംഭത്തിങ്കിൽ മണവാട്ടിയെ കാണിച്ചുകൊണ്ടിരുന്നത് ഇടത്തുവശത്ത് നിന്ന മോളയാ. ഇതാരോ ചൈനക്കാർ വരച്ച പടമാണെന്ന് എൻ്റെ തോന്നൽ. എനിക്ക് സൂക്ഷ്മം അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഒരു മലയാളി മോളെ കിട്ടിയപ്പോൾ ഞാൻ അവിടെ ഫോട്ടോ എടുത്തു. ഇവിടെ കല്യാണം നടത്തിയ ഞാനാ. ഒരു മോളെ കിട്ടിയപ്പോൾ ഞാൻ അവിടെ ഫോട്ടോ എടുത്ത്. കൃപയാൽ അന്ന് മുതൽ ഇന്ന് വരെ അത് ഇടാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഷീ ഈസ് ദ ബ്രൈഡ്, സീൽഡ് ഓൺ ദ ഫോർഹെഡ്. Revelation 5:5-9, Ephesians 4:13, 2 Corinthians 1:22. അവൾ മണവാട്ടിയ, ക്രിസ്തുവിൻ്റെ നാമം നെറ്റിമേൽ എഴുതിയവൾ, ലോകത്തിൻ്റെ മോഹത്തിൽ നിന്ന് അകന്നു മാറിയവൾ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ താല്പര്യപ്പെട്ടവർ. ഞാൻ യേശുവിൻ്റെ വരവിനെക്കുറിച്ച്, റാപ്ചറിനെക്കുറിച്ച് പറയുവാൻ കഴിഞ്ഞ ആഴ്ചകളായി ശ്രമിച്ചിട്ട് ഇന്ന് ഇവിടെ എത്തിത്തരുവാൻ കർത്താവ് ഇടയാക്കിയത് ഇതുവരെ പ്രിപ്പറേറ്ററി പീരീഡായിരുന്നു. യുദ്ധത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ലോകത്തെക്കുറിച്ച് വർണ്ണിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മണവാട്ടിക്ക് വേണ്ടി തേജസ്സുള്ളതായ നിലനിൽക്കുന്ന പ്രവൃത്തിയുള്ള മണവാട്ടിക്ക് ലഭിക്കുന്ന ആ ഭവനത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ സ്വർഗം നമുക്ക് കൃപ തരട്ടെ. ഇതാണ് ബീമ കോർട്ടിൽ, 1ാമത്തെ കോർട്ടിൽ സംഭവിക്കുന്നത്. 3 ന്യായാസനങ്ങളുണ്ട് നിത്യതയിൽ. വരുന്ന ആഴ്ചയിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ 2ാമത്തേതിലേക്ക് പോകാം. ഇന്ന് 1ാമത്തേതിൽ നിൽക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം.
നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കർത്താവും ദൈവവുമേ, ഇന്ന് പകൽ അങ്ങയുടെ വരവിനെ കുറിച്ച് വിശദീകരിക്കുവാൻ